So, hi, hello, good morning everyone, good morning. അപ്പോൾ again we are here അല്ലേ, വീണ്ടും ഒരു പുതിയ ചാപ്റ്റർ, ഒരു പുതിയ ദിവസം, ആൻഡ് ഇറ്റ് ഇസ് ഐ തിങ്ക് April 4th ആയിട്ടുണ്ട്. അറൗണ്ട് എന്താ പറയുക 30 ദിവസം കൂടെ നമ്മുടെ എക്സാമിന് എന്ന് പറയുന്ന പോലെ വി ഹാവ് റീച്ച് ടു ദാറ്റ് സ്റ്റേജ് അല്ലേ. ഒരു 30 ഡേയ്സിൻ്റെ ലാസ്റ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു രീതിയിൽ അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ കാലങ്ങളായിട്ട് പഠിച്ചു തുടങ്ങിയതാണല്ലേ. വി ഹാവ് ബീൻ ലൈക്ക് സ്റ്റഡിങ് ഫോർ എ ലോങ് ടൈം. റിപ്പീറ്റേഴ്സിനൊക്കെ സംബന്ധിച്ച് ഒരു വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഷുഡ് എൻഡ് സം ഡേ അല്ലേ. അതെന്തെങ്കിലും ഒരു ദിവസം തീരണമല്ലോ. കാരണം നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഓൾസോ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. കാരണം എക്സാം പ്രോപ്പറായിട്ട് നടക്കുമോ, എനിക്കറിയുന്നതൊക്കെ ചോദിക്കുമോ എന്നൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ റേ ഓഫ് ഹോപ്പ് അല്ലേ. നമുക്കെപ്പോഴും പ്രതീക്ഷയുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ആർക്കും ഉള്ളതെന്ന് പറയാം. വി ഹാവ് ഐഷ ഹിയർ സെയിങ് ഗുഡ് മോർണിംഗ്, ശ്രീലക്ഷ്മി MP, ഡാലിയ, ആദിത്യ മോഹൻ, മീഫ, ഹായ് എവ്രി വൺ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു സ്ലോലി സ്റ്റാർട്ട്. അതിന് മുന്നേ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് പറയുക ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ ലിങ്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ലിങ്ക് ഷെയർ ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് വി ആർ സ്റ്റാർട്ടിങ് ദി ചാപ്റ്റർ. ആൻഡ് ഇന്നത്തെ ചാപ്റ്ററിന് പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. പ്രോബബ്ലി ഫിസിക്സിൽ തന്നെ ഏറ്റവും ചെറിയ ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. വിച്ച് ഇസ് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ അല്ലേ. പേര് പറയുന്ന പോലെ തന്നെ ഒരു മാറ്ററിനെ കുറിച്ചും റേഡിയേഷനെ കുറിച്ചും വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെ നീറ്റ് വെയിറ്റേജ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ചോദിക്കാറുമില്ല. ഓക്കെ ആണല്ലോ, ഡിപ്പെൻസ് ആണ്. മാക്സിമം എക്സ്പെക്ട് 1 question ഫ്രം ദിസ് ചാപ്റ്റർ. ഓക്കെ ആണല്ലോ, ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ തന്നെ ചോദിക്കാറുള്ളൂ. ബട്ട് യൂഷ്വലി എല്ലാ ദിവസവും ചോദിക്കും എന്നുള്ള തന്നെ, എല്ലാ വർഷവും ചോദിക്കാറുണ്ട് എന്നുള്ള തന്നെയാണ് എൻ്റെ ക്യാച്ച്. പുതിയ നീറ്റ് ഒരു 2016 തൊട്ട് എല്ലാ വർഷവും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഒരു ക്വസ്റ്റ്യൻ വിച്ച് ഇസ് എ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ. മനസ്സിലായോടാ, യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം ഫിസിക്സ് ടഫാണ്. ഫിസിക്സ് ടഫ് ആയിക്കോട്ടെ, പക്ഷേ ഫിസിക്സ് എല്ലാം ടഫല്ല. അതാണ് എൻ്റെ ഒരു രസം. മനസ്സിലായോ? ചില ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഒന്നിരുന്ന് പഠിക്കുകയാണെങ്കിൽ ആ ചാപ്റ്റർക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഐശ്വര്യലക്ഷ്മി ഈസ് ഹിയർ, അരവിന്ദ് ഈസ് ഹിയർ, ഷിഫ ഈസ് ഹിയർ. സേ ഹായ് എവ്രി വൺ, ഹായ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത് അത്യാവശ്യം കോംബി റെഗുലറായിട്ട് കാണുന്നവർക്ക് ഇപ്പോൾ ഒരു ഹെക്റ്റിക് ഷെഡ്യൂളിലൂടെ ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7:45 നിങ്ങൾക്കൊരു കോംബി ഉണ്ട്. രാത്രി 10 മണിക്കൊരു കോംബി ഉണ്ട്. 10 മണിക്കുള്ള കോംബി എന്തായാലും കഴിയാൻ 12:30 ആവും, അല്ലെങ്കിൽ 1 മണിയാവും. 12:30 എന്തായാലും ആവും. അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് 1 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ടു സ്റ്റിൽ വേക്കപ്പ് ഫോർ 6:30 അല്ലേ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഐ ട്രോലി അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്, ബട്ട് ദാറ്റ്സ് ഓക്കെ അല്ലേ. നമുക്ക് നല്ലൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ടു ഇറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് മെല്ലെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ വി ഹാവ് ദി കോട്ട് ഫോർ ദി ഡേ. എന്താടാ ഇത്? ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ്, ബട്ട് ഇറ്റ് ഗോട്ട് എ ലോട്ട് ഓഫ് മീനിങ്. എന്താണ്? വാട്ട് കംസ് ഈസി വോണ്ട് ലാസ്റ്റ്, ആൻഡ് വാട്ട് ലാസ്റ്റ് വോണ്ട് കം ഈസി. അതായത് നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അച്ഛാ എനിക്ക് പുറത്തു പോയി MBBS പഠിക്കണം. അച്ഛൻ പറയാം ആ പൊക്കോ, ബിക്കോസ് പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡെഫിനറ്റ്ലി റിക്വയർ മണി. പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിഗ്രി ചെയ്യണം, പെട്ടെന്ന് കിട്ടും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട്, എന്ത് എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് പേരുണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഡെഫിനറ്റ്ലി എളുപ്പത്തിൽ നേടിയെടുത്ത് എന്തും, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പാരൻസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരുമ്പോൾ നമുക്കൊരു വില ഉണ്ടാവില്ല. കാരണം അത് ഈസി ആയിട്ട് കിട്ടിയാണ്. നമ്മൾ പറയും എനിക്കിത് വേണം അച്ഛാ, മേടിച്ച് തരും. പക്ഷേ നിങ്ങളെപ്പോഴെങ്കിലും ഇപ്പോൾ ഉണ്ടാവില്ല, കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് വൺസ് യു സ്റ്റാർട്ട് ഏർണിങ്, നിങ്ങൾ പൈസ എടുത്ത് വെച്ച് ഓരോ സാധനങ്ങൾ വാങ്ങി തുടങ്ങും. അത് നിങ്ങൾ ഒരുപാട് കാലം സൂക്ഷിക്കും. ഇപ്പോഴും ഉണ്ടാവില്ലേ നിങ്ങളുടെ അപ്പൂപ്പന്മാർ ചെറുപ്പത്തിലുണ്ടാകുമ്പോൾ ഉണ്ടായിരുന്ന വാച്ച്, ചില ആൾക്കാരുടെ അവരുടെ വണ്ടി, ബുള്ളറ്റ് എന്നൊക്കെ പറഞ്ഞ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. സോ കുറച്ച് ആൾക്കാർക്കൊക്കെ അവരുടേതായിട്ടുള്ള കുറേ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം അവരുടെ കഠിനാധ്വാനത്തിലൂടെ നേടിയതാണ്. മനസ്സിലായോ? സോ വാട്ട് എവർ, ഇപ്പം നിങ്ങൾ പഠിക്കുന്ന നോളേജ് എല്ലാം എവറിത്തിങ് വിൽ സ്റ്റേ വിത്ത് യു. മനസ്സിലായോ? ഒന്നും എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. എവറിത്തിങ് വിൽ ബി ദെയർ വിത്ത് യു ത്രൂ ഔട്ട് യുവർ ലൈഫ്. ഓക്കെ ആണോ? സോ ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ്സ് ദ എന്താണ് കോട്ട് ഫോർ ദി ഡേ. ആൻഡ് ആസ് യൂഷ്വൽ ഇഫ് എനിബഡി നീഡ്സ് ടു ടോക്ക് ടു മീ, എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ ഈവൻ എബൌട്ട് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെ ഇപ്പോൾ മാർക്ക് കിട്ടി, അപ്പോൾ ഏത് കോളേജിൽ എടുക്കണം, അങ്ങനെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും യു ക്യാൻ ഓൾവേസ് ടെക്സ്റ്റ് മീ ഇൻ ദിസ് ഇൻസ്റ്റാ ഹാൻഡിൽ. ഓക്കെ ആണല്ലോ. സോ Aksa is here, Kabani is here, VSV Tech is here, Jasa's World is here, Kokachi is here. Okay, fine. So we are starting with the chapter. ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിന് ആദ്യമേ പറയാം വളരെ ചെറിയ ചാപ്റ്ററാണ്. മോസ്റ്റ് പ്രോബ്ലി ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ മൊത്തം തീർക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ പറഞ്ഞ മോസ്റ്റ് പീപ്പിൾ മൈറ്റ് ബി നോയിങ് ഐ ഹാവ് മൈ ഓൺ വേ ഓഫ് ടീച്ചിങ്.
ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എക്സ്ട്രാ പറയുന്നുണ്ട് NCERTയിൽ ഒരുപാട് സെൻറ്റൻസസ് ഇതിൽ പറയുന്നുണ്ട്, എഗെയിൻ പറയുന്നുണ്ട്. സോ അതെല്ലാം കൂടെ തീർത്ത് വി ആർ ഡൂയിങ് എ ഗ്രേറ്റ് ഡിസ്കഷൻ ഓഫ് ദി ചാപ്റ്റർ. ഓക്കെ ആണല്ലോ? ശരി. ആദ്യം അറിയേണ്ടത് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ലൈറ്റ് നമുക്കൊരു വെളിച്ചം, ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ളൊരു ലൈറ്റ് നമ്മളൊരു മെറ്റൽ സർഫസിൽ കൊണ്ടുവന്ന് ഇടിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഇഫ് വി ആർ മേക്കിംഗ് റേഡിയേഷൻ ടു ഫോൾ ഓൺ എ മെറ്റൽ, ഓക്കെ ആണല്ലോ, നമ്മളൊരു പെർട്ടിക്കുലർ റേഡിയേഷൻ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ മെറ്റൽ സർഫസിൽ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ അതിന് ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. കൊക്കാച്ചി സോ ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചതാണ്. ഇവിടെ ഇരിക്കണത് ഗുണം ചെയ്യുമോ? ഡെഫിനറ്റ്ലി. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. യു ഹാവ് ലേൺഡ് അബൌട്ട് ദി ഇക്വേഷൻ, യു ഹാവ് ലേൺഡ് അബൌട്ട് ദ ഡി ബ്രോഗി ഹൈപ്പോത്തസിസ് എല്ലാം. പക്ഷേ അതിൽ ഒരുപാട് ഇക്വേഷൻസ് ഞാനിന്ന് പുതിയ തരും. ഓക്കെ ആണോ? ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഇക്വേഷൻസ് ഉണ്ട്. പിന്നെ റേഡിയേഷൻ, പ്രഷർ, എനർജിയുടെ ഒക്കെ 2-3 എക്സ്ട്രാ കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണല്ലോ? സോ യു ക്യാൻ സി ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ അവിടെ. നീ 1 മണിക്കൂർ പോയി കഴിഞ്ഞാൽ മേ ബി നീ നേരെ പോയി കിടന്നുറങ്ങും അല്ലേ? സോ ഐ തിങ്ക് ദ ബെസ്റ്റ് തിങ് ഇസ് ടു സ്റ്റേ ഹിയർ ഫോർ 1 hour ആൻഡ് ലേൺ ദി എൻറ്റയർ ചാപ്റ്റർ. ഓക്കെ ആണല്ലോ? അതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ. സോ അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താ അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇജക്റ്റിംഗ് ഇലക്ട്രോൺസ് when light of suitable frequency, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഓർ സ്യൂട്ടബിൾ വേവ് ലെങ്ത് falls on metal. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണ്? ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ വേവ് ലെങ്ത് അല്ല, ഒരു ലൈറ്റ് ഒരു മെറ്റലിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അങ്ങനെ നമുക്കറിയാം, എപ്പോഴൊക്കെ ഒരു ഇലക്ട്രോൺ ഒരു സ്ഥലത്തൂടെ സഞ്ചരിക്കുന്നോ, ഇറ്റ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് എ കറണ്ട് ഫ്ലോയിങ് ഇറ്റ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇങ്ങോട്ട് ഇലക്ട്രോൺ പോയാൽ ഇങ്ങോട്ട് കറണ്ട് ഒഴുകും. അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാരണം ഇലക്ട്രോൺസ് പുറത്തേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ കറണ്ട് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ശരിയാണോടാ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ സോ ദ കറണ്ട് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് is called photoelectric current. അത്രയേ ഉള്ളൂ. is called photoelectric current. ഓക്കെ ആണല്ലോ? അതിനാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ സാറിന് 3 സെൻറ്റൻസ് എഴുതാം. ഇത് ചോദിക്കുമല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഐ ഫൗണ്ട് ഇറ്റ് സോ ഇൻട്രസ്റ്റിംഗ്. അത് 3 ഒരു സയൻറ്റിസ്റ്റുമാരുടെ പേരാണ്. ഒക്കെ ചോദിക്കാൻ ഭയങ്കര റെയറാണ്. പക്ഷേ ഒരു ബയോളജി അപ്രോച്ച്, അതായത് ഒരു ഡെഫിനറ്റ്ലി ഒരു മെഡിക്കൽ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് അതേപോലത്തെ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് എടുത്ത് തരാൻ തോന്നും. ആ ഒരു 3 പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടല്ലോ, ദിസ് എഫക്റ്റ് വാസ് ഡിസ്കവേർഡ് ബൈ, ഒന്നാമത്തെ പോയിന്റ്, ദിസ് എഫക്റ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ഹേർട്സ്. ഒന്നാമത്തെ പോയിന്റ്, ഈ എഫക്റ്റ് കണ്ടുപിടിച്ചത് ഹേർട്സ് ആണ്. എന്നാൽ ഇതിനെക്കുറിച്ച് നമുക്ക് അതായത് കണ്ടുപിടിച്ച മൂപ്പരാണ്, പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീഴും. അതായത് ഇതിനെക്കുറിച്ച് ഒരു ലോ പ്രപ്പോസ് ചെയ്തു, ഒരു നിയമമാക്കി ഇതിനെ പറഞ്ഞത് ലെനാർഡായിരുന്നു. അതായത് അടുത്ത സെൻറ്റൻസ്, ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതാണ് PEE കേട്ടോ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് were given by ലെനാർഡ്. ഓക്കെ ആണല്ലോ? ഇത് തന്നത് ലെനാർഡാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്, എന്തുകൊണ്ട് ഇത് കറണ്ട് ഒഴുകുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. സോ ഇറ്റ് വാസ് എക്സ്പ്ലെയിൻഡ് ബൈ ഐൻസ്റ്റൈൻ using quantum theory of light. ഓക്കെ ആണല്ലോ? സോ ഇത് ചോദിക്കുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് NCERTയിൽ ഇങ്ങനെ കണ്ട സമയത്ത് എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി. ഓക്കെ ആണല്ലോ? സോ ജസ്റ്റ് ഒന്ന് ആക്കുക.
സാർ ഇന്ന് രാത്രി ഏതാ ലൈവ് അറിയില്ലടാ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇത് നോക്കുമോ, എന്താ പറയുക, ഷെഡ്യൂൾ ഒന്ന് നോക്കുമോ. എനിക്കിപ്പോൾ മോർണിംഗ് ആണ് ഫുൾ ലൈവ് ഇട്ടിട്ടുള്ളത്. സോ ഇറ്റ്സ് മോർ ലൈക്ക് മോർണിംഗ് വരുന്നു, ലൈവ് എടുക്കുന്നു, പോകുന്നു, ആൻഡ് ഐ ഹാവ് ലൈക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നോക്കാറില്ല, ടൈം ടേബിൾസ് ചെക്ക് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഇപ്പം നാളത്തോടെ എൻ്റെ ലൈവ് സീരീസ് കഴിയാണ് അല്ലേ. നാളെ ഐ തിങ്ക് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയം കൂടി ഉണ്ട്. അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് നമ്മുടെ ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സ് എല്ലാം ഫിസിക്സ് തന്നെ തീർന്നിട്ടുണ്ട്. പിന്നെ 1-2 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ദെൻ വി വിൽ ടേക്ക് അറ്റ് സം ലേറ്റർ പോയിന്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാക്കൽറ്റി മീൻസ് ടേക്ക് ഓവർ ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ ആണല്ലോ. സോ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു, ലോനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത ആൾക്കാരെ കുറിച്ചും പറഞ്ഞു. ഓക്കെ ആണല്ലോ. ശരി, ഇനി നമുക്കുള്ളത് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഓക്കെ ആണല്ലോ. നമ്മുടെ NCERTയിൽ ഓരോരോ ലൈനിലായിട്ട് പറഞ്ഞ എക്സ്പെരിമെൻറ്റ്സ് ആണ് ഇനി സാർ പറയാൻ പോകുന്നത്. ആദ്യത്തേതാണ് ഹേർട്സ് എക്സ്പെരിമെൻറ്റ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേർട്സ് ചെയ്തത് UV റേസ്, ഓക്കെ ആണല്ലോ, അൾട്രാ വയലറ്റ് റേസിന് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു നെഗറ്റീവ് പ്ലേറ്റിലേക്ക് കൊണ്ടുവന്ന് ഇൻസിഡൻറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് നെഗറ്റീവ്ലി ചാർജ് പ്ലേറ്റ് ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ്ലി ചാർജ്. എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ്ലി ചാർജ് പ്ലേറ്റിലേക്ക് അൾട്രാ വയലറ്റ് റേസ് കൊണ്ടുവന്ന് ഇൻസിഡൻറ്റ് ചെയ്തു. അങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്ത സമയത്ത് ഇയാൾക്ക് മനസ്സിലായി ഇതിലൂടെ ഓൾറെഡി കണ്ടക്ഷൻ ഉണ്ട്. ആ ഒരു ട്യൂബിൻ്റെ ഉള്ളിലൂടെ കണ്ടക്ഷൻ കുറച്ചുകൂടെ എളുപ്പമായി, കുറച്ചുകൂടെ നന്നായി. കാരണം കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ കൂടുതൽ നന്നായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായിരുന്നു ഹേർട്സ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ ആണല്ലോ. സോ UV റേസ് ഇൻസിഡൻറ്റ് എവിടെ? UV റേസ് ഇൻസിഡൻറ്റ് ഓൺ നെഗറ്റീവ് പ്ലേറ്റ്, കണ്ടക്ഷൻ ബിക്കേം ഈസിയർ. നിങ്ങൾ ജസ്റ്റ് അങ്ങനെ എഴുതിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് പറയാൻ സുഖം ഉണ്ടാവില്ല. കണ്ടക്ഷൻ ബിക്കേം ഈസിയർ. ഓക്കെ, ഇത് ഈ ഒരു എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ എന്തിനാ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക എന്തായിരിക്കും അറിയോ, ഇൻ ഹേർട്സ് എക്സ്പെരിമെൻറ്റ് ഇഫ് ദ ഇൻറ്റൻസിറ്റി വാസ് ദിസ് റെഡ്യൂസ്ഡ്, അങ്ങനെ തന്നെ അങ്ങ് ചോദിക്കും. മനസ്സിലായോ? ചില ആൾക്കാർ ഇൻ ഹേർട്സ് എക്സ്പെരിമെൻറ്റ് വെച്ചാൽ എന്താണ് ഹേർട്സ് എക്സ്പെരിമെൻ്റ് എന്ന് അറിയണം, എങ്കിൽ മാത്രമേ അതിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇവിടെ വന്നിരിക്കുന്നത് എന്താ, ലൈറ്റ് UV വരുന്നു, നമ്മുടെ ഇത് വരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവർ ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈറ്റ് വാസ് യൂസ്ഡ് ഇൻ ഹേർട്സ് എക്സ്പെരിമെൻറ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേവ് ലൈറ്റ് UV റേസ്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു നോ ദിസ് ഇസ് UV റേസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹേർട്സ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ശരി, അടുത്തത് ഹാൾ വാഷിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. ഹാൾ വാഷ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാൾ വാഷ് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സിങ്ക് പ്ലേറ്റ് എടുത്തു. നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള സിങ്ക് പ്ലേറ്റ് പറഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രോൺ റിച്ച് ആണ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് അതിലേക്ക് UV റേസ് അടിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ആദ്യം നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരുന്നു. ഓക്കെ ആണല്ലോ. ഇതിൽ UV റേസ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അതിന് എത്ര നെഗറ്റിവിറ്റി ചാർജ് ക്യാരി ചെയ്യണം എന്ന് പറയുന്നത് അതിലുള്ള, അതായത് ആ സിങ്ക് എന്താ പറയുക പ്ലേറ്റിലുള്ള ഇലക്ട്രോൺസിൻ്റെ നമ്പറാണ് തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് അതിൽ ഇലക്ട്രോൺസ് എല്ലാം പുറത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ നെഗറ്റിവിറ്റി കുറയും. ഓക്കെ ആണല്ലോ. അതിൽ എത്ര നെഗറ്റീവാണുള്ളത് ആ നെഗറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വാട്ട് ഹാപ്പൻസ് നെഗറ്റിവിറ്റി കുറഞ്ഞ് ഇറ്റ് ബിക്കംസ് ന്യൂട്രൽ അറ്റ് എ പോയിന്റ്. കാരണം എന്താ, അതിൽ എല്ലാ ഇലക്ട്രോൺസും പോയി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ന്യൂട്രൽ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് അതിലത്തെ അതായത് ബൗണ്ട് ചെയ്ത് വെച്ച് ഇലക്ട്രോൺസ് പുറത്തു പോകും. അപ്പോൾ എന്ത് പറ്റും, ആറ്റംസ് വിൽ ബിക്കം പോസിറ്റീവ്ലി ചാർജ്. അപ്പോൾ അത് പോസിറ്റീവ്ലി ചാർജ് പ്ലേറ്റ് ആയിട്ട് മാറും. ഓക്കെ ആണോ? ഇതായിരുന്നു ഹാൾ വാഷിൻ്റെ എക്സ്പെരിമെൻറ്റ്. എന്താണ്, ഒരു സിങ്ക് പ്ലേറ്റ് എടുത്തു, അതിലേക്ക് ഒരു UV റേ അടിക്കുകയാണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണത്, അറിയാലോ. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ന്യൂട്രലായി, പൂജ്യമായി, പിന്നെ വീണ്ടും അതായത് ബൈൻഡ് ചെയ്ത് വെച്ചതും പോകുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ ആണല്ലോ. ഇതായിരുന്നു ഹാൾ വാഷ് നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി, ഇനി ലെനാർഡ് എക്സ്പെരിമെൻറ്റ്. ലെനാർഡ് പറഞ്ഞ കാര്യമൊന്നുമില്ല. ലെനാർഡ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരെ കാഥോഡ് എടുത്തു. മക്കളെ, കാഥോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ ആണല്ലോ. അത് നിങ്ങൾ മറക്കരുത് അങ്ങോട്ടും. കാരണം കെമിസ്ട്രി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ അതിൻ്റെ സിഗ്നേച്ചർ ഇതാണ്. കാഥോഡ് ഇസ് നെഗറ്റീവ്, ആനോഡ് ഇസ് പോസിറ്റീവ്. ഓക്കെ ആണല്ലോ. ശരി, ലെനാർഡ് പറഞ്ഞ കാര്യം ഇതാണ്. കാഥോഡ്, അതായത് നമ്മുടെ കാഥോഡ് പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ് പ്ലേറ്റിലേക്ക് നമ്മളൊരു UV റേസ് അടിക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ഇലക്ട്രോൺസ് ആർ റിജക്റ്റഡ്. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ ആര് ചെയ്യും, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഈ ആനോഡ് അട്രാക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. ഈ ആനോഡ് അട്രാക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. ഈ ആനോഡ് അട്രാക്ട് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ഫോട്ടോ കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനെ ഫോട്ടോ
കറണ്ട് കൂടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ, ഫോട്ടോ കറണ്ട് കൂടെ ഉണ്ടാവും. ഇതായിരുന്നു ലെനാർഡ് പറഞ്ഞ കാര്യം. ഓക്കെ ആണല്ലോ, സിമ്പിളായിട്ട് തന്നെയാണ് മൂപ്പര് കാര്യങ്ങൾ പറഞ്ഞത്, കോംപ്ലക്സ് ആക്കിയിട്ടൊന്നുമില്ല. ഓക്കെ, സോ ദിസ് ഈസ് എ 3 ബേസിക് എക്സ്പെരിമെൻറ്റ് ഓഫ് ദിസ് ചാപ്റ്റർ. ഓക്കെ ആണല്ലോ, ഈ ഒരു ബേസിക് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഐഡിയ കിട്ടിയോടാ പറഞ്ഞേ. സോ ഇതാണ് കാര്യം. എനിക്കറിയാം ഈ ചാപ്റ്റർ കുറച്ച് ബോറിംഗ് ആണ്, കുറേ പേർക്ക് ഓൾമോസ്റ്റ് എല്ലാം അറിയാം. ഓക്കെ, സോ ഐ ഹാപ്പൻ. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോംബി എടുക്കുമ്പോൾ എല്ലാ ചാപ്റ്ററും എടുക്കണ്ടേ. നമുക്കിപ്പോൾ നല്ല ചാപ്റ്റേഴ്സ് മാത്രം എടുക്കുക എന്നുള്ള, പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു സീരീസിൽ കിട്ടിയ ചാപ്റ്റേഴ്സ് തന്നെ കുറച്ചൊരു ഓഫ് ചാപ്റ്റേഴ്സാണ്. കാരണം കുട്ടികൾ വേവ്സ് ഒക്കെയാണ് കുട്ടികൾ കാണാൻ ഇഷ്ടമില്ലാത്ത ചാപ്റ്റർ, എല്ലാവരും ഒഴിവാക്കിയ ചാപ്റ്ററാണ്. ബാക്കിയൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സാണ്. നമ്മുടെ മെയിൻ ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി കഴിയുകയും ചെയ്തു. ഇനിയിപ്പോൾ എടുക്കാനുള്ള ഏതാ ഒന്നുമില്ല താനും. ഓക്കെ ആണല്ലോ, സോ ഇറ്റ്സ് ലൈക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. So Sigin is here, Sigin is saying good morning Sigin, and Drisha is here saying good morning Drisha. Okay, അപ്പോൾ ലെനാർഡ് എക്സ്പെരിമെൻറ്റും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കുറച്ച് ടെർമിനോളജീസിനെ കുറിച്ച് പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് അതിന് എന്താണ് ഞാൻ ഇതാക്കുന്ന പോലെ ജസ്റ്റ് നോട്ട് എന്നൊരു ഹെഡിങ് കൊടുക്കാം. ഓക്കെ ആണല്ലോ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം വർക്ക് ഫങ്ഷനാണ്. വർക്ക് ഫങ്ഷൻ എന്താണ് വർക്ക് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചേ, ഒരു മെറ്റൽ സർഫേസ് അതിന് ഇലക്ട്രോൺസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നീ ഒരു മിനിമം എനർജി കൊടുക്കണം അല്ലേ. ഒരു എനർജി ഉണ്ട്, ഒരു മിനിമം എനർജി കൊടുത്താൽ മാത്രമേ നമുക്കതിന് ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കാൻ കഴിയുള്ളൂ. ഓക്കെ ആണല്ലോ, സോ ആ മിനിമം എനർജി, ദ മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്റ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫേസ് ഇസ് കോൾഡ് ആസ് വർക്ക് ഫങ്ഷൻ. ഓക്കെ ആണല്ലോ, സോ വാട്ട് ഇറ്റ് ഈസ് minimum energy required by an electron to escape from metal surface. ഓക്കെ ആണല്ലോ, ഇതാണ് വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി, ഇനി അടുത്തത് ഒരു തവണ എയിംസിന് ചോദിച്ച ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നത് എന്ത് ടൈപ്പ് ലൈറ്റിലാണെന്നാണ്. ഓക്കെ ആണല്ലോ, സോ ശ്രദ്ധിക്കാം. short wavelength or high frequency is always better than long wavelength or high frequency or low frequency in ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ ആണല്ലോ, അതായത് ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ നീ പറയുകയാണ് ഏത് ലൈറ്റാണ് എടുക്കേണ്ടത് നല്ല രീതിയിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടി അവർ ചോദിക്കും. ഇവരിത് ഇങ്ങനെ തന്നെ ചോദിക്കാം. എയിംസർ ചോദിക്കുന്നത് എങ്ങനെ അറിയാം? ഷോർട്ട് വേവ് ലെങ്ത്, ഹൈ ഫ്രീക്വൻസി, ഷോർട്ട് വേവ് ലെങ്ത്, ലോങ് വേവ് ലെങ്ത്, ഷോർട്ട് വേവ് ലെങ്ത്, അങ്ങനെ ഈ 4 എണ്ണത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ കറക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന്. സോ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ. ആൻഡ് ഐ ഹാവ് ഗിവൺ യു ദിസ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാനുള്ള ഒരു പ്രോപ്പർ വഴിയാണ് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളത് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് എമിഷൻ. ജസ്റ്റ് പേര് മാത്രം അറിയാം, കാരണം നിങ്ങളോട് ഇൻ കേസ് ചോദിക്കുകയാണ്, കാരണം ഇതൊക്കെ NCERT കാര്യമാണ്. ഇതൊക്കെ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പോൾ ആ സാധനം പഠിക്കാൻ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അല്ലേ. എന്തൊക്കെയാണ് എമിഷൻ? ഒന്നാമത്തെ എമിഷനാണ് തെർമിയോണിക് എമിഷൻ. എന്ന് പറഞ്ഞാൽ തെർമിയോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ നീ ഒരു മെറ്റൽ പ്ലേറ്റിനെ ചൂടാക്കി കഴിഞ്ഞാൽ ബൈ സഫിഷ്യൻറ്റ് തെർമൽ എനർജി വാട്ട് ഹാപ്പൻസ്, ആ ചൂട് ഇലക്ട്രോൺ അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് വരും, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംഭവിക്കും. സോ this is due to thermal energy. ഓക്കെ ആണല്ലോ, നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഇലക്ട്രോൺസിനെ ഫ്രീ അപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ പേരാണെന്ത്, നമ്മുടെ തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് ഫീൽഡ് എമിഷൻ. എന്താണ് ഫീൽഡ് എമിഷൻ? ഫീൽഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്. ഡ്യൂ ടു എ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ചാർജസിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റും. കാരണം എവറി ഇലക്ട്രിക് ഫീൽഡ് എക്സേർട്സ് എ ഫോഴ്സ് ഓൺ ദി പാർട്ടിക്കിൾ ഓഫ് ചാർജ് ക്യൂ ബൈ ദ ഇക്വേഷൻ F is equal to QE അല്ലേ. അത് ബേസ് ചെയ്ത് ചാർജ് എക്സേർട്ട് ചെയ്യും, അല്ല ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പെർട്ടിക്കുലർ ഇലക്ട്രോൺ അവിടുന്ന് ചാടിക്കാൻ പറ്റും. അടുത്താണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഓക്കെ ആണല്ലോ, അടുത്താണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഓക്കെ ആണല്ലോ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ദിസ് ഇസ് ഡ്യൂ ടു ലൈറ്റ്. നമ്മൾ ഇത്രയും നേരം പഠിച്ച പോലെ ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, ആ ലൈറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് ചാടിക്കാം. ഓക്കെ ആണല്ലോ, ശരി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദി
നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി ക്വാണ്ടം തിയറി. ഓക്കെ ആണ്, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാണ്ടം തിയറി ആണ്. പോസിബിളി നമ്മുടെ എന്താ പറയുക, ഇതുവരെ ഫിസിക്സിൽ കണ്ടുപിടിച്ച ഒരു തിയറികളിൽ നമുക്ക് ആക്ച്വലി ക്വാണ്ടം തിയറി വളരെ ബേസിക്സേ പഠിക്കാറുള്ളൂ കേട്ടോ. നമ്മൾ ക്വാണ്ടം തിയറിയുടെ നിനക്കിപ്പോൾ ഒരു ക്വാണ്ടം തിയറിയുടെ ബുക്കിനെ ഒരു 1,00,000 പേജുള്ള ഒരു ബുക്കാക്കി എടുക്കുകയെന്ന് വിചാരിക്കാം. നീ അതിലെ 1/4 പേജ് പോലും പഠിക്കുന്നില്ല. അതാണ് എൻ്റെ സത്യാവസ്ഥ. ക്വാണ്ടം തിയറി ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് തിയറി എവർ മെയ്ഡ് ഇൻ ദി വേൾഡ്. നമ്മുടെ ടൈം ട്രാവലിംഗ്, അതുപോലെ തന്നെ വേം ഹോൾ തിയറി, ബ്ലാക്ക് ഹോള്, വൈറ്റ് ഹോൾ, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിലുള്ള ഒരുപാട് തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു കാര്യമായിരുന്നു ഇത്. ടൈം ട്രാവലിംഗ് പോസിബിൾ ആണെന്ന് പറയുന്ന ഒരു എന്താണ് തിയറിയാണ് ക്വാണ്ടം തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് ഒരുപാട് മൂവീസ് ലൈക്ക് ക്രിസ്റ്റഫർ നോളൻ്റെ ദ എവർ ഫേമസ് ഇൻറ്റർസ്റ്റെല്ലാർ, അങ്ങനെ ഒരുപാട് കിഡിലൻ മൂവീസൊക്കെ ഈ ക്വാണ്ടം തിയറിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഓക്കെ, സോ ഇഫ് എനിവൺ ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ദോസ് ഹൗ ടു ടൈം ട്രാവൽ, എങ്ങനെയാണ് ഭാവിയിലേക്ക് പോകുന്നതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് യു ക്യാൻ ഡെഫിനറ്റ്ലി റീഡ് അപ്പോൺ ദ ക്വാണ്ടം തിയറി, ബട്ട് നോട്ട് നൗ, ആഫ്റ്റർ നീറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ NCERT ഉണ്ട്. ഓക്കെ, അപ്പോൾ നീറ്റൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് യു ക്യാൻ ഡെഫിനറ്റ്ലി റീഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ ആണല്ലോ, ശരി. സോ ക്വാണ്ടം തിയറി നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ളത് എനർജി ഓഫ് ഫോട്ടോൺ ആണ്. സോ എനർജി ഓഫ് ഫോട്ടോൺ ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. നമുക്ക് ഒരു സോഴ്സ് ഓഫ് എനർജി, ഓക്കെ, നമുക്കിപ്പോൾ ഒരു ലൈറ്റ്, ആ ലൈറ്റിൽ നിന്ന് എനർജി വരുന്നത് ഫോട്ടോണിൻ്റെ രൂപത്തിലാണെന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. ആൻഡ് ഫോട്ടോൺസ് ആർ ബേസിക്കലി സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി. മനസ്സിലായോ? സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി, ഇതാണ് ഫോട്ടോൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഫോട്ടോൺ ഒരു പാർട്ടിക്കിൾ അബ്സോർബ് ചെയ്യും, അതിനൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി കിട്ടും. അത് എമിറ്റ് ചെയ്യുന്നതും ഫോട്ടോൺ ആയിട്ടാണ്. അല്ലാണ്ട് എനർജി എമിഷൻ കണ്ടിന്യൂസ് അല്ല. ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്യും, കുറച്ച് എനർജി കിട്ടും, അപ്പോഴേക്കും അടുത്ത ഫോട്ടോൺ വരും, അടുത്ത എനർജി കിട്ടും. ദാറ്റ് ഈസ് ഹൗ തിങ് ഹാപ്പൻസ്. ഓക്കെ ആണല്ലോ, ശരി. സോ എനർജി ഓഫ് ഫോട്ടോൺസ് ആർ ബേസിക്കലി സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് എനർജി. ഓക്കെ ആണല്ലോ, ശരി, സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, ഇവർക്ക് മനസ്സിലായി ഈ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി ഓഫ് ദി ലൈറ്റ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദി UV റേ. സോ ആ ഒരു കോൺസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്തു. സോ E is equal to h nu. ഓക്കെ ആണല്ലോ, E is equal to h nu. അങ്ങനെ വരുന്ന സമയത്ത് E is equal to h, we know that V is equal to nu lambda. ഓക്കെ ആണല്ലോ, V is equal to nu lambda. പക്ഷേ ഇവിടെ V എന്ന് പറയുന്നത് ലൈറ്റ്, സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, C ആണ്. C is equal to nu lambda, or lambda is equal, nu is equal to C by lambda. അതിവിടെ കൊടുത്താൽ hc by lambda. ഓക്കെ ആണല്ലോ, E is equal to hc by lambda. So and this is equal to E is equal to ഈ hcനെ, hും കോൺസ്റ്റൻ്റ് ആണ്, സിയും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ ആണല്ലോ, അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് h. h is equal to 6.62 into 10⁻³ ജൂൾ സെക്കൻഡ്സ്. ഓക്കെ ആണല്ലോ, h എന്ന് പറയുന്നത് 6.62 into 10⁻³ ജൂൾ സെക്കൻഡ്സ് ആണ്. ആൻഡ് C is equal to 3 into 10⁸ meter per second ആണ്. ഓക്കെ ആണല്ലോ, ആൻഡ് h is called as a constant which is called as Planck's constant. ഓക്കെ ആണല്ലോ, h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ മക്കളെ. ഓക്കെ, സോ E is equal to hc by lambda. അതവിടെ കഴിഞ്ഞു. ആൻഡ് ഇത് നമ്മൾ ഈ hcൻ്റെ വാല്യൂ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വി ഗെറ്റ് ഇറ്റ് ആസ് 12,400 by lambda ഇലക്ട്രോൺ വോൾട്ട് പെർ ആങ്സ്ട്രോം. ഓക്കെ ആണല്ലോ, സോറി, ആംപിയർ അല്ല, ആങ്സ്ട്രോം. സോ ഇതാണ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് ഒരു വേവ് ലെങ്ത് തരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, യു ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആൻഡ് യു ക്യാൻ ഗെറ്റ് ദി എനർജി. ഓക്കെ ആണല്ലോ, ശരി. അപ്പോൾ അതിനകത്ത് ഓരോ ടേംസ് എന്താണെന്ന് പറഞ്ഞുതരാം സാർ. E എന്ന് പറയുന്നത് എനർജി ഓഫ് ഫോട്ടോൺ ആണ്. അതുപോലെ C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഒറ്റ തവണയെ പറയുള്ളൂ കേട്ടോ, ഇനി എപ്പോഴും ചോദിക്കരുത് സാർ C എന്തായിരുന്നു. അതുപോലെ H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതുപോലെ ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ ആണ്. ആൻഡ് ലാംഡ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ ആണ്. ഓക്കെ ആണല്ലോ, സോ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. സോ ദിസ് ഇസ് ദ വെരി ബേസിക്സ്. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് ദ വെരി ബേസിക്സ് വിച്ച് ഇസ് ദി എനർജി ഓഫ് ഫോട്ടോൺ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഇസ് ദ ലീനിയർ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ. നമ്മളറിയാം എനി മൂവിങ് ഒബ്ജെക്ട് പോസസ്സസ് എ മൊമെൻറ്റം അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു, മനസ്സിലാക്കാം, ലീനിയർ മൊമെൻറ്റം P ഈസ് ഡിഫൈൻഡ് as E by C.
എന്ന് പറയുന്നത് എനർജിയാണ് ആൻഡ് ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ബൈ സി ബട്ട് ദിസ് ഇസ് വി നോ ദാറ്റ് ദിസ് ഇസ് ന്യൂ എന്ന് പറഞ്ഞാൽ എച്ച് സി ബൈ ലാംഡ ഇൻറ്റു ഇ സി വെട്ടിപ്പോയി വിച്ച് ഈസ് എച്ച് ബൈ ലാംഡ. സോ പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇക്വേഷനും സാർ എഴുതുന്നുണ്ട് കേട്ടോ. പി ഇ ബൈ സി ഇക്വേഷനാണ്, എച്ച് ന്യൂ ബൈ സി ഇക്വേഷനാണ്, എച്ച് ബൈ ലാംഡയും ഇക്വേഷനാണ്. ഓക്കെ ആണല്ലോ, ശരി. ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, എന്തെങ്കിലും ഈ ഒരു ഫോട്ടോണിന് മാസ് ഉണ്ടോ, അതൊരു മാസ് ഇല്ലാത്തൊരു ക്വാണ്ടിറ്റി ആണോ? ശ്രദ്ധിക്കാം, നമുക്കറിയാം ഐൻസ്റ്റീൻ പറഞ്ഞൊരു വലിയ കാര്യം ഉണ്ടായിരുന്നു, ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് എന്താണെന്ന് അറിയോടാ ആൾക്കാർക്ക് എന്തെങ്കിലും? ഈസിയാണ്. സപ്പോസ് ഐൻസ്റ്റീൻ പറഞ്ഞത്, നമുക്കറിയാം ഒരു എനർജീനെ വേറൊരു എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാം ആൻഡ് ദി ഹോൾ എനർജി ഓഫ് ദ യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. അതെല്ലാവർക്കും അറിയാലോ, ശരി. ഐൻസ്റ്റീൻ പറഞ്ഞതാണ്, നമുക്ക് ഒരു മാസിനെ എനർജിയാക്കി മാറ്റാൻ കഴിയും. അതായത് നിന്നെ ലൈറ്റാക്കിയിട്ട് മാറ്റാം. അപ്പോൾ എന്നെ എനിക്ക് ലൈറ്റാക്കിയിട്ടങ്ങ് മാറ്റാം. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ട്രാവൽ അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അതായത് നീ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, അതായത് ഒരു 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന സ്പീഡിൽ നീ പോകാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സ്റ്റാർട്ട് അല്ല എം മാസുള്ള ഒബ്ജക്റ്റ് യു വിൽ കൺവേർട്ട് ഇൻ ടു എൻ എനർജി വിച്ച് ഈസ് ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. പ്രോബബ്ലി ദിസ് ഈസ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഇക്വേഷൻ ദേ ഹാവ് എവർ മെയ്ഡ്. ഓക്കെ ആണല്ലോ, ഈ ഒരു ഇക്വേഷനാണ് ടൈം ട്രാവൽ പോസിബിൾ ആണ് നമുക്ക് പറഞ്ഞു തന്നത്. ഇപ്പം നിനക്കിപ്പോൾ ടൈം ട്രാവൽ ജസ്റ്റ് ഒറ്റ മിനിറ്റ് ഇട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം വേണമെങ്കിൽ മോൺലി. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഭാവിയിലേക്ക് ടൈം ട്രാവൽ ചെയ്യണം, അതായത് നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് 2050 പോകണം എന്നുണ്ടെങ്കിൽ യു ഹാവ് 2 ways ഓഫ് ഡൂയിങ് ഇറ്റ്. ഒന്നെന്ന് പറഞ്ഞത് നേരെ ഈ വേൾഡിൽ ഒരു സ്പേസ്ഷിപ്പ് ഉണ്ടാക്കുക. ആ സ്പേസ്ഷിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. യു ഹാവ് ടു ക്രിയേറ്റ് എ സ്പേസ്ഷിപ്പ് വിച്ച് ക്യാൻ ട്രാവൽ അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നേരെ വണ്ടി എടുക്കുക, സ്പീഡ് ഓഫ് ലൈറ്റിൽ പോവാം. ഒരു 10 മാസം പോയിട്ട് വരിക. ഓക്കെ, ഒരു 10 മാസം പോയിട്ട് വരിക. ഒരു 10 മാസം നിങ്ങൾ നേരെ പോകുമ്പോഴേക്കും പ്രോബബ്ലി യു മൈറ്റ് ഹാവ് റീച്ച്ഡ് വേറൊരു യൂണിവേഴ്സ് എന്തെങ്കിലും വേറൊരു ഗാലക്സി എന്തെങ്കിലും എത്തിയിട്ടുണ്ടാവും. കുഴപ്പമില്ല, എന്നിട്ട് നേരെ തിരിച്ചു വരിക. നിങ്ങളങ്ങനെ 10 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്പേസ്ഷിപ്പിൽ ആകെ 10 മാസമേ കടന്നു പോയിട്ടുണ്ടാവുള്ളൂ. യു വിൽ ബി 10 months old. പക്ഷേ ഭൂമിയിലുള്ള ആൾക്കാർക്ക് ഡ്യൂ ടു ടൈം ഡയലേഷൻ, അതായത് നിനക്ക് ടൈം ചുരുങ്ങും. ഓക്കെ ആണോ, കൺസ്ട്രക്ഷൻ ഓഫ് ടൈം ഹാപ്പൻസ്. അങ്ങനെ വാട്ട് ഹാപ്പൻസ് ഇസ് ഭൂമിയിൽ ഒരു 10 or 30 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളിപ്പോഴും ഇപ്പോൾ 10 മാസമാണ്, 10 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പുറത്ത് 30 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. സോ ദിസ് ഈസ് വൺ വേ ഓഫ് ട്രാവലിംഗ് ഇൻ ടു ദി ഫ്യൂച്ചർ. അടുത്താണ്, ഹാവ് യു എവർ ഹേർഡ് ഓഫ് ബ്ലാക്ക് ഹോൾ? നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ മൂവിയിലൊക്കെ ഇങ്ങനെ ഒരു സാധനം കാണുന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് എസ് ബ്ലാക്ക് ഹോൾ. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ നേരെ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് പോകാം. എന്നിട്ട് ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ അള്ളിപ്പിടിച്ചിരിക്കുക. അങ്ങനെ പിടിക്കാൻ സ്ഥലമൊന്നുമില്ല. ഇറ്റ്സ് ബേസിക്കലി ബ്ലാക്ക് ഹോൾ ഈസ് എ പ്ലേസ് വെർ ടൈം ആൻഡ് സ്പേസ് ബെൻസ് ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ ആണല്ലോ, ഒരു സ്റ്റാർ ഡെത്ത് ആകുമ്പോൾ ആ സ്റ്റാർ ഡെത്ത് കാരണം ഉണ്ടാകുന്നതാണ് ബ്ലാക്ക് ഹോൾ. അപ്പോൾ അതൊരു ഇമ്മൻസ് ഗ്രാവിറ്റി ആയിരിക്കും. ശരിക്കും അങ്ങനെ നിൽക്കാൻ പറ്റുമോ പോലും അറിയില്ല. നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ടൈം വിൽ ഡയലേറ്റ്സ് ഫോർ യു. ടൈം ഒരുപാട് നീണ്ടുപോകും. നിങ്ങൾക്ക് നിൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ 10-20 മണിക്കൂർ അല്ലെങ്കിൽ 10-20 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. സോ യു ക്യാൻ കം ബാക്ക് ആഫ്റ്റർ ലൈക്ക് 5 to 10 months ആൻഡ് ഹിയർ ഒരു 10 to 15 years ഹാവ് ബീൻ പാസ്ഡ്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണ് ഹൗ യു ട്രാവൽ ടു ദി ഫ്യൂച്ചർ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ കഴിയുന്നതിൻ്റെ ഒപ്പം ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഇതേപോലത്തെ കുറച്ച് ടൈം ഡയലേഷൻ, വേം ഹോൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇഫ് യു നീഡ്. കാരണം ബോർ അടിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് ചാപ്റ്റർ തീർക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഇ ഈക്വൽ ടു എം സി സ്ക്വയർ. ഓക്കെ, സോ അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്, മാസിന് എം ഇക്വേഷൻ കിട്ടിയത്. മാസ് ഇ ഈസ് ഈക്വൽ ടു ഇ ബൈ സി സ്ക്വയർ. പക്ഷേ നമുക്കറിയാം ഇ എന്ന് പറഞ്ഞാൽ എച്ച് സി ബൈ ലാംഡ ഇൻറ്റു സി സ്ക്വയർ ആണ്. ഒരു സിയും വെട്ടിപ്പോയി. സോ ദിസ് ഇസ് എച്ച് ബൈ സി ലാംഡ. ഓക്കെ ആണല്ലോ. അതായത് എഫക്റ്റീവ് മാസ് എം ഇസ് ഈക്വൽ ടു എച്ച് ബൈ സി ലാംഡ. ഓർ ഇതിൽ നിന്നൊരു കിട്ടുന്നൊരു കൺക്ലൂഷൻ ഉണ്ട്, എം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. ഓക്കെ ആണല്ലോ, എം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. അതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത്. എം നമ്മുടെ വേവ് ലെങ്ത്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ മനസ്സിലാക്കുക, നമുക്കറിയാം ലാംഡ ഓഫ് റെഡ് ലൈറ്റ് ഈസ് മോർ ദാൻ ലാംഡ ഓഫ് വയലറ്റ് ലൈറ്റ്. സംശയമില്ലല്ലോ ലാംഡ ഓഫ് വയലറ്റ് ലൈറ്റ്. വിബ്ജിയോർ എന്ന് പറയുന്ന സമയത്ത് വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആയതുകൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് ഇസ് മാസ് ഓഫ് വയലറ്റ് ലൈറ്റ് ഈസ് മോർ ദാൻ മാസ് ഓഫ് റെഡ് ലൈറ്റ്. മാസ് ഓഫ് റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റെഡ് ലൈറ്റിലുള്ള ഫോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് വയലറ്റ് ലൈറ്റിലുള്ള ഫോട്ടോണിൻ്റെ മാസിനേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ മാസ് ഓഫ് വയലറ്റ് ലൈറ്റ് ഫോട്ടോൺ ഇസ് മോർ. ഓക്കെ ആണല്ലോ. സോ അതാണ് കാര്യം. സോ അത് നമ്മൾ പഠിച്ചു.
അടുത്താണ് റേഡിയേഷൻ ഫോഴ്സ് അഥവാ റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം. സോ റേഡിയേഷൻ ഫോഴ്സ് അതിലേക്ക് മുന്നേ ഐ തിങ്ക് ഐ ഹാവ് ടു ഗിവ് യു വൺ മോർ ടോപ്പിക്, ഇൻറ്റൻസിറ്റി. ഓക്കെ, ദർ ഇസ് വൺ മോർ ടോപ്പിക് മിസ് ഔട്ട് ആയത്, വിച്ച് ഇസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അടുത്ത ഹെഡിങ് ഇസ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ശ്രദ്ധിച്ചേ. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഈസ് ദി എനർജി ഫോളിങ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഓക്കെ ആണല്ലോ. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ 1 സെക്കൻഡിൽ ഫോൾ ചെയ്യുന്ന എനർജി എത്രയാണോ അതിനാണ് നമ്മൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. I is equal to E/AT. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു, നമുക്കറിയാം, this is also equal to pressure per unit area. Okay, now this is equal to pressure per unit, sorry, pressure alla power. P is the power of the source. P is the power of the source. E is the energy. Energy incident in T time. Okay, in T time. Okay, അതുപോലെ തന്നെ okay, അത് കഴിഞ്ഞു. A is the area. What is the SI unit? What is the SI unit? ഇവിടുത്തെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇവിടുത്തെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് ആണ്. ഓക്കെ, അത് അല്ലെങ്കിൽ വി ക്യാൻ ഓൾസോ സേ എസ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ ഇതിന് വേറെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ശരി, അവിടെ നിൽക്കട്ടെ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഹിയർ ഇൻറ്റൻസിറ്റി I ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഈ എനർജി എന്ന് പറയുന്നതിന് നമുക്ക് NH എന്ന് വിളിക്കാൻ പറ്റുമോ? കാരണം ഒരു ഫോട്ടോണിൻ്റെ മാസാണ് H, ഒരു എനർജിയാണ്. സോ N ഉണ്ടെങ്കിൽ യു ഗെറ്റ് NH ബൈ A ഇൻറ്റു T. ഓർ ദിസ് ഇസ് വാട്ട് ഇസ് സി N/T എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് സ്ട്രൈക്കിംഗ് പെർ സർഫേസ് ആണ് അല്ലേ. ഞാൻ സ്മോൾ ലെറ്റർ എന്ന് വിളിക്കുകയാണ് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ്. സോ ദിസ് ബിക്കം സ്മോൾ ലെറ്റർ N H ഡിവൈഡഡ് ബൈ A. ഓക്കെ ആണല്ലോ. ശരി, ഇനി വാട്ട് ഹാപ്പൻസ് ഇതിനെ ഞാൻ 2 എന്ന് വിളിക്കുകയാണ് ഇക്വേഷൻ, ആൻഡ് യു ഹാവ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്താൽ മനസ്സിലാക്കും. ഇതും പരസ്പരം ഈക്വൽ ആണ്. അതായത് P/A ഇസ് ഈക്വൽ ടു N ടൈംസ് H/A. ഈ എയും വെട്ടിപ്പോവും. ഓക്കെ ആണല്ലോ. ആൻഡ് ഫൈനലി വാട്ട് ഹാപ്പൻസ് ഇസ് യു ഗെറ്റ് N ഇസ് ഈക്വൽ ടു P/H ഓർ N ഇസ് ഈക്വൽ ടു P lambda by HC. ഓക്കെ ആണല്ലോ. ന്യൂവിൻ്റെ അവിടെ HC by lambda കൊടുത്തു. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി ദ ഇക്വേഷൻ ഫോർ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. നിങ്ങളോട് ചോദിക്കും ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ഒരു പെർട്ടിക്കുലർ പവറുള്ള ഒരു സോഴ്സിൽ നിന്ന് എത്ര ഫോട്ടോൺസ് ആണ് ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് യുവർ ആൻസർ. ഓക്കെ ആണോ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് നിങ്ങൾക്ക് പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ പിയും ലാംഡയും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ 1/HC നിങ്ങൾ കൊടുക്കും, കാരണം 1/HC വൃത്തികെട്ട വാല്യൂ ആണ്. അപ്പോൾ അത് ഞാൻ സിമ്പിളാക്കി തരാം. ഇറ്റ്സ് ബീൻ സിംപ്ലിഫൈഡ് ഇൻ ടു N ഇസ് ഈക്വൽ ടു 5 × 10⁻24 ജൂൾ പെർ മീറ്റർ ഇൻറ്റു P ഇൻറ്റു ലാംഡ. ഓക്കെ ആണല്ലോ. തൊട്ട് മോളത്തേൽ 1/CHCനെ സാർ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദിസ് വൺ ആസ് ദി ആൻസർ. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ഇൻറ്റൻസിറ്റിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട എൻറ്റയർ കാര്യങ്ങൾ. നൗ വി ആർ മൂവിങ് ടു സംതിങ് കോൾഡ് എസ് റേഡിയേഷൻ ഫോഴ്സ്. ഓക്കെ ആണോ. പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇതിനകത്ത് കൺസെപ്റ്റ് എസ് എച്ച് ഉണ്ടോ എന്ന് വെച്ചാൽ കുറവാണ്. ഉള്ള കൺസെപ്റ്റ്സൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. ചെറിയ ചാപ്റ്ററാണ്. സോ ജസ്റ്റ് ബിയർ വിത്ത് മീ. പോസിബിളി ഒരു 3/4 മണിക്കൂർ 45 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടെങ്കിൽ വിൽ ഫിനിഷ് ഇറ്റ്. ഓക്കെ, പേടിക്കണം, വലിയ 2 മണിക്കൂറൊന്നും ഇരിക്കേണ്ട ആവശ്യം വരില്ല എന്ന്. ഓക്കെ, സോ അടുത്താണ് റേഡിയേഷൻ ഫോഴ്സ് ആൻഡ് റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. സോ ഇത് 2 രീതിയിലാണ് പറയാനുള്ളത്. ഓക്കെ, 2 രീതിയിലാണ് പറയാനുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഇതൊരു പെർഫെക്റ്റ് റിഫ്ലക്റ്റിംഗ് സർഫസിൽ ഹിറ്റ് ചെയ്യാണ്. അതായത് വെൻ റേഡിയേഷൻ ക്ലാസ് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് നമ്മൾ ഒരു ദിവസം നിർത്തിയിട്ടില്ലല്ലോ. ഇന്ന് എന്തായാലും ഇഷ്ടം പോലെ സമയം ഉണ്ടാവും. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് തന്നെ പോകുള്ളൂ. ഓക്കെ ആണല്ലോ. സോ വെൻ റേഡിയേഷൻസ് ആർ
falling normally on perfect reflecting surface. ഓക്കെ ആണല്ലോ, ഒരു പെർഫെക്റ്റ് റിഫ്ലക്റ്റിംഗ് സർഫേസിലാണ് അത് വീഴുന്നതെന്ന് വിചാരിക്കുക. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇതാണ് നിങ്ങളുടെ സർഫസ്. ഇതിനകത്തേക്ക് ഒരു P1 is equal to h by lambda എന്നുള്ള പ്രഷറിൽ ഒരു ഇത് ഹിറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ സാധനം തിരിച്ച് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. P2 is equal to h by lambda minus h by lambda. ഓക്കെ ആണല്ലോ, ശരി. സോ ദിസ് ഇസ് ദി ഇൻസിഡൻറ്റ് ഫോട്ടോൺ ആൻഡ് ദിസ് ഇസ് ദി റിഫ്ലക്റ്റഡ് ഫോട്ടോൺ. ഓക്കെ ആണല്ലോ, ഇടിച്ച ഫോട്ടോൺ തിരിച്ച് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു n നമ്പർ ഓഫ് ഫോട്ടോൺസ് ഒരു t ടൈമിൽ വീഴുമെന്ന് വിചാരിക്കുക. ഒരു n നമ്പർ ഓഫ് ഫോട്ടോൺസ് t ടൈമിൽ വീഴുമെന്ന് വിചാരിക്കുക. വാട്ട് ഹാപ്പൻസ് ഇസ്, വാട്ട് ഈസ് ദി മൊമെൻറ്റം, p എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ബിഫോർ സ്ട്രൈക്കിംഗ്. വാട്ട് ഈസ് ദി മൊമെൻറ്റം ബിഫോർ സ്ട്രൈക്കിംഗ്? P1 is equal to nh by lambda ആണ്. ഓക്കെ ആണ്, ഇത് മൊമെൻറ്റം ബിഫോർ സ്ട്രൈക്കിംഗ് ആണ് പറയുന്നത്. ഇടി നടക്കുന്നതിന് മുന്നേ ഉള്ള മൊമെൻറ്റം nh by lambda. ആൻഡ് വാട്ട് ഈസ് ദി മൊമെൻറ്റം ആഫ്റ്റർ സ്ട്രൈക്കിംഗ്? പറഞ്ഞേ, ഇടിച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുക? P2 is equal to നേരെ തിരിയും -nh by lambda. ഓക്കെ ആണല്ലോ, ശരി. ആൻഡ് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം? ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി അഥവാ P2 മൈനസ് P1 എന്ന് പറയുന്നത് -2nh by lambda ആണ്. ഓക്കെ ആണല്ലോ, രണ്ടും കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ഓക്കെ 2nh by lambda. അങ്ങനെയാണെങ്കിൽ ദ ക്വസ്റ്റ്യൻ കംസ്, വാട്ട് ഈസ് ദി മൊമെൻറ്റം ട്രാൻസ്ഫർ ടു ദി സർഫസ്? അതായത് നമ്മുടെ സർഫസിലേക്ക് കൊടുക്കുന്ന മൊമെൻറ്റം എത്രയാണ്? സോ മൊമെൻറ്റം ട്രാൻസ്ഫർ ടു സർഫസ്, നമ്മുടെ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മൊമെൻറ്റം എത്രയാണ് പറഞ്ഞിടാ? ദാറ്റ് ഈസ് ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 2nh by lambda. ഓക്കെ ആണല്ലോ, നമ്മുടെ സർഫസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത മൊമെൻറ്റം എന്ന് പറയുന്നത് 2nh by lambda ആണ്. ഓക്കെ ആണല്ലോ, ഇരിക്കട്ടെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ യൂഷ്വലി വാട്ട് ദേ ആസ്ക് ഇസ് വാട്ട് ഈസ് എ റേഡിയേഷൻ പ്രഷർ? റേഡിയേഷൻ പ്രഷർ അല്ലെങ്കിൽ റേഡിയേഷൻ ഫോഴ്സ്, അതേ പറയാം, റേഡിയേഷൻ ഫോഴ്സ്. സോ റേഡിയേഷൻ ഫോഴ്സ് F is equal to ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ് കേട്ടോ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു 2h by lambda ആണ്. ഓക്കെ ആണല്ലോ, n ഇൻറ്റു 2h by lambda. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം, ശരി. ഇനി അടുത്ത കാര്യം, വാട്ട് ഈസ് F is equal to, ഫോഴ്സിന് കുറച്ചുകൂടെ നല്ലൊരു ഇക്വേഷൻ ഉണ്ട്, അതാണ് 2p by c. ആൻഡ് വാട്ട് ഈസ് ദ റേഡിയേഷൻ പ്രഷർ? റേഡിയേഷൻ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2I by c, where I is the intensity. Okay ആണല്ലോ, ഓക്കെ ആണല്ലോ. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 2p by c ആൻഡ് റേഡിയേഷൻ പ്രഷർ ഈസ് 2I by c. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി പെർഫെക്റ്റ് റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഇനി we are going to deal about something called as പെർഫെക്റ്റ് അബ്സോർബിങ് സർഫേസ്. ഓക്കെ ആണല്ലോ, ഇവർ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു സർഫേസിൽ വീഴാണ്, നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നൊരു ഇത്. ഇഫ് യു ട്രൈ ടു ഡ്രോ ദി ഫിഗർ, വാട്ട് ഹാപ്പൻസ് ഇസ്, ഫോട്ടോൺ വരും, ഫോട്ടോൺ ഇടിക്കും, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് P1 is equal to h by lambda. എന്നാൽ നോ ഫോട്ടോൺസ് ആർ റിഫ്ലക്റ്റഡ്. ഓക്കെ ആണല്ലോ, ഒന്നും തിരിച്ചു പോകില്ല, ആ ഇടി മാത്രമേ ഉള്ളൂ, തിരിച്ചു വരുന്ന പരിപാടിയില്ല. ഓക്കെ, സോ ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ് ഹിയർ ദ റേഡിയേഷൻ ഫോഴ്സ് F is equal to P1 minus P2 by T. പക്ഷേ നമുക്കറിയാം ഇവിടെ P1 മാത്രമേ ഉള്ളൂ, nh by lambda minus 0 by T ആണ്. ഓക്കെ ആണല്ലോ, or F is equal to nh by lambda. F is equal to nh by lambda, അതാണ് ഇക്വേഷൻ. ഓക്കെ, ആൻഡ് F is equal to also can be written as P by C. അതുപോലെ തന്നെ പ്രഷർ എന്ന് പറയുന്നത് I by C ആണ്. ഓക്കെ ആണോ, ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. മറ്റേതിൽ 2p by c, മറ്റൊരു നമ്മൾ എഴുതിയ വാങ്ങി പോയാൽ. ഓക്കെ, ഇതാവട്ടെ. സി, ഒരു പെർഫെക്റ്റ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ആണെങ്കിൽ 2p by c 2I by c, അല്ല ഒരു പെർഫെക്റ്റ് അബ്സോർബിംഗ് സർഫേസ് ആണെങ്കിൽ p by c I by c. ഓക്കെ ആണോ, ഇത് രണ്ടുമാണുള്ളത്. ഓക്കെ, സോ ഓൾറെഡി പഠിച്ച ആൾക്കാർ ഈ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ?
ഇതേപോലെ പഠിച്ചിട്ടുണ്ടോ എന്ന് പറയാം കേട്ടോ. കാരണം ഇതൊക്കെ യൂഷ്വലി ഒരുപാട് ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഐ യൂഷ്വലി സ്കിപ്പ് ദിസ് ടോപ്പിക്. അതായത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല ഈ ടോപ്പിക് ഒന്നും. അപ്പോൾ അത് ഇതൊക്കെയാണ് ഇങ്ങനെ വിടുമായിരുന്നു എൻ്റെ പരിപാടി. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് നൗ വി ആർ മൂവിങ് ടു സംതിങ് കോൾഡ് ആസ് എൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി experiment which is conducted by Leonard. ഓക്കെ ആണല്ലോ, ലെനാർഡ്. സോ ലെനാർഡ് നടത്തിയ there was an experiment. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോഴേ മനസ്സിലാവും. വാട്ട് ഹി ഡിഡ് വാസ് UV റേസ് എടുത്തു, നേരെ കൊണ്ടുപോയിട്ട് കാഥോഡ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാഥോഡിൽ ഇൻസിഡൻറ്റ് ചെയ്തു. അപ്പോൾ ഇലക്ട്രോൺസ് വന്നു. ഇലക്ട്രോൺസ് നേരെ പോയിട്ട് ആനോഡിൽ ഹിറ്റ് ചെയ്തു. ദർ ഇസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദാറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് വാസ് ഫൗണ്ട് ത്രൂ ദി ഗാൽവനോമീറ്റർ. ഓക്കെ ആണല്ലോ. സോ ഇതായിരുന്നു ബേസിക് ആയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി, ഇതിനകത്ത് ആദ്യം മൂപ്പര് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ദിസ് ഇസ് യുവർ എ പ്ലേറ്റ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് യുവർ ആനോഡ് പ്ലേറ്റ് ആൻഡ് ദിസ് ഇസ് യുവർ കാഥോഡ് പ്ലേറ്റ്. ഇപ്പോൾ ആനോഡ് പ്ലേറ്റ് പോസിറ്റീവും കാഥോഡ് പ്ലേറ്റ് നെഗറ്റീവുമാണ്. ഓക്കെ ആണല്ലോ. ശരി, ഇനി വാട്ട് ഹാപ്പൻസ് വാസ് ഈ ചങ്ങായി ഇതിൻ്റെ പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ മെല്ലെ മെല്ലെ കൂട്ടി തുടങ്ങി. എന്ത് ചെയ്തു? പോസിറ്റീവ് പൊട്ടൻഷ്യൽ മൂപ്പര് മെല്ലെ മെല്ലെ കൂട്ടി തുടങ്ങി. ഇത് കൂട്ടി തുടങ്ങിയ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? കറണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. വാട്ട് ഹാപ്പൻസസ് വാട്ട് ഹാപ്പൻസസ് ഒരു പോയിന്റ് കഴിഞ്ഞ സമയത്ത് കറണ്ട് കൂടുന്നില്ല. അതായത് അതിന്ന് ഇജക്റ്റ് ചെയ്യാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആ ഒരു കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട്. മനസ്സിലായോടാ? നിങ്ങൾ മനസ്സിലാക്കുക, കൂടുതൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഫോട്ടോൺസ് ഇടിക്കുന്നു എന്നാണ്. കൂടുതൽ ഫോട്ടോൺസ് ഇടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസിന് പുറത്ത് കാണാം അല്ലേ? കാരണം 2 ഫോട്ടോൺ എറിയുമ്പോൾ 2 ഇലക്ട്രോൺ വരും, 3 ഫോട്ടോൺ എറിയാൽ 3 ഇലക്ട്രോൺ വരും, 100 ഫോട്ടോൺ എറിയാൽ 100 ഇലക്ട്രോൺ വരും. അപ്പോൾ ഫ്രീക്വൻസി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഫോട്ടോൺസിന് എറിയാമെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ എറിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഫോട്ടോൺസ് കൊടുത്ത സമയത്ത് ചാർജ് ഡെഫിനറ്റ്ലി കറണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടുവന്നു. പക്ഷേ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ എ പോയിന്റ് കറണ്ട് കൂടുന്നില്ല. അതായത് ആ ഒരു മെറ്റലിന് എമിറ്റ് ചെയ്യാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് എല്ലാ ആറ്റംസിനും എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നും എമിറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ ആണല്ലോ. ശരി, ഇനി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാച്ചുറേഷൻ കറണ്ട് എത്തി. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മൂപ്പര് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഈ എനെ നെഗറ്റീവ് ആക്കി. ഓക്കെ ആണല്ലോ, നെഗറ്റീവ് ആക്കി. സോ വാട്ട് ഹാപ്പൻസ്? നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ ഈ കറണ്ട് കുറഞ്ഞു തുടങ്ങും അല്ലേ? കാരണം ഇലക്ട്രോൺസ് അട്രാക്റ്റഡ് ആവില്ല. അപ്പോൾ അതിങ്ങനെ കുറഞ്ഞു വാട്ട് ഹാപ്പൻസ് ഇത് 0 ആവും. ഓക്കെ ആണല്ലോ. സോ നമുക്കിതേപോലെ 0 ആക്കണമെങ്കിൽ, അതായത് നമ്മൾ എന്ത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ നമ്മുടെ ഈ ആനോഡിൽ കൊടുക്കുമ്പോഴാണ് ഈ സാച്ചുറേഷൻ കറണ്ട് 0 ആവുക. ആ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അഥവാ -V0 എന്ന് പറയുന്നത്, ഓർ V0 എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? അത് മാത്രം എഴുതിക്കോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് the minimum negative potential at which IP becomes 0, അതായത് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് becomes 0 is called stopping potential. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഫ്രീക്വൻസി കൂടും സാച്ചുറേഷൻ കറണ്ടായ സമയത്ത് ഹി സ്റ്റോപ്ഡ് ഇറ്റ്. എന്നിട്ട് എന്ത്? നേരെ നെഗറ്റീവ് കൊടുത്തു. അപ്പോൾ വരുന്ന കറണ്ട് കുറഞ്ഞു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ എത്തിയ സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത സമയത്ത് കറണ്ട് വരാണ്ടായി. അതിനാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചത്. ഓക്കെ ആണല്ലോ. ശരി, ആൻഡ് എന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധിച്ചേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് പറ്റും വെച്ചാൽ നമുക്ക് ഇലക്ട്രോൺ ഒരു കൈനറ്റിക് എനർജി ഉണ്ടല്ലോ. ഈ കൈനറ്റിക് എനർജി ബിക്കംസ് ഈക്വൽ ടു ദി എനർജി ഓഫ് ദി പ്ലേറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് പറ്റും? ഇങ്ങോട്ട് വരുന്ന അതേ എനർജി തിരിച്ചും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനിങ്ങോട്ട് വരാൻ പറ്റില്ല അല്ലേ? വി ആർ എസെൻഷ്യലി സ്റ്റോപ്പിംഗ് ഇറ്റ് വിത്ത് അനദർ ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി സ്റ്റോപ്പ് ചെയ്യാൻ മാത്രമുള്ളൊരു ഫോഴ്സ് നമ്മൾ കൊടുത്തു. ഓക്കെ ആണല്ലോ. ശരി, ഇനി അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കർവ്. ഈ ഫസ്റ്റത്തെ കർവ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല, പിന്നെ മുല്ല കൂടും, മാക്സിമം കറണ്ട് സാച്ചുറേഷൻ എത്തി. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് ദിസ് ഇസ് ദി കറണ്ട് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ ആണല്ലോ. ഇനി ഇൻറ്റൻസിറ്റി ശ്രദ്ധിക്കാം. ഇൻറ്റൻസിറ്റി വാട്ട് ഹാപ്പൻസ് ഇസ്, നീ ഇൻറ്റൻസിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? ഒരു യൂണിറ്റ് ഏരിയയിൽ നീ കൂടുതൽ ഫോട്ടോൺസിനെ എടുപ്പിക്കുകയാണ്. മനസ്സിലാക്കുക. അങ്ങനെ ആക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
IP increases, V0 unchanged. ഇതാണ് മക്കളെ പഠിക്കേണ്ടത് കേട്ടോ. അതായത് ഒരു സെയിം ഇൻറ്റൻസിറ്റിയിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഒരു സെയിം ഇൻറ്റൻസിറ്റി ആകുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺസിന് പുറത്തേക്ക് വരാൻ പറ്റും. അതിനർത്ഥം അവരെ നിർത്തേണ്ട പൊട്ടൻഷ്യൽ മാറിയതാണോ? അല്ല. മനസ്സിലായോ? അപ്പം നമുക്കെല്ലാവർക്കും എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 ആളുണ്ട്. ഓക്കെ, അപ്പം എന്നെ ഇവിടുന്ന് നീക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് 2 ബർഗർ തരണം, എങ്കിലേ ഞാൻ നടന്നു വരുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ എനിക്ക് 2 ബർഗർ തന്നാൽ ഞാൻ നടന്നു വരും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ, അതായത് കുറേ ആൾക്കാർ വന്നപ്പോൾ എന്നെപ്പോലെ 10 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. ഒരു 2 ആൾക്കാർ വന്ന് എനിക്ക് 2 ബർഗർ തന്നാൽ ഞാൻ മാത്രം പോകും. ഓക്കെ, ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ഒരുപാട് ആൾക്കാർ വരികയാണ്. മനസ്സിലായി? അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 10 ആളുണ്ടെങ്കിൽ ആദ്യം എനിക്കും എൻ്റെ ഒരു കൂട്ടുകാരനും മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇൻറ്റൻസിറ്റി കൂടിയപ്പോൾ എനിക്കും കിട്ടുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരും കിട്ടുന്നുണ്ട്, ഇവിടെയുള്ള എൻ്റെ ബാക്കിയുള്ളൊരു 3-4 പേർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വരും. ശരിയാണോ? അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ കറണ്ട് ആവും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത്, എനിക്ക് 2 ബർഗർ തന്നാലേ ഞാൻ വരുള്ളൂ. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ റിമെയിൻസ് ചേഞ്ച് സെയിം. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ബർഗർ കഥയൊക്കെ പറഞ്ഞത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഓർമ്മ കിട്ടാനാണ് കേട്ടോ മക്കളെ. സോ ഇൻ കേസ് ഓഫ് ഇൻറ്റൻസിറ്റി ദി IP ഇൻക്രീസസ്. കണ്ടോ, ഓരോ ഇൻറ്റൻസിറ്റി കൂടുമ്പോഴും ദ ഇൻറ്റൻസിറ്റി I3 is more than I2 more than I1. അപ്പോൾ കറണ്ട് ഇൻക്രീസസ്. However what happens is that stopping potential remains the same. അപ്പോൾ ഏറ്റവും മുകളിൽ ഏതാണോ കാരണം അതായിരിക്കും കൂടുതൽ കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഇൻറ്റൻസിറ്റി കൂട്ടും തോറും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും കൂടും. ഓക്കെ ആണല്ലോ. ശരി, അടുത്തതാണ് എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൊടുത്ത സമയത്ത് വാട്ട് ഹാപ്പൻസ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പവറാണ്, എത്ര പവറിൽ പോയി ഇടിക്കുന്നു എന്നുള്ളതാണ്. സോ ഇത് കാണുമ്പോഴേ മനസ്സിലാവും, ഫ്രീക്വൻസി കൂട്ടിയാലും കുറച്ചാലും സാച്ചുറേഷൻ കറണ്ട് സെയിം ആണ്. അതായത് എത്ര എമൗണ്ട് ഓഫ്, കാരണം നീ എന്നെയാണ്, അതായത് ഇവിടെ ഫ്രീക്വൻസി കൂട്ടുക പറഞ്ഞാൽ ഒരു ഫോട്ടോണും ഞാനും തമ്മിലാണ്, അല്ലെങ്കിൽ ഒരാളും ഞാനും തമ്മിലാണ് യുദ്ധം. ഇയാൾ ആദ്യം എനിക്ക് 2 ബർഗർ തന്നു, അപ്പോൾ ഞാൻ നടന്നു, ബാക്കിയുള്ളവരെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ വാട്ട് ഹാപ്പൻസ്, ചില സമയത്ത് ഇയാൾ വരുമ്പോഴേ 5 ബർഗർ വരും. മനസ്സിലായി? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ചെയ്യും. എനിക്ക് പറ്റുന്ന കഥ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി? ഞാനിപ്പോൾ എനിക്ക് ഓടുന്നൊരു സ്പീഡുണ്ട്, ആ സ്പീഡിൽ ഞാൻ ഓടും. പക്ഷേ ഇതാണ് കാര്യം, എനിക്ക് കൂടുതൽ ബർഗർ കിട്ടി. സോ വാട്ട് ഹാപ്പൻസ്, എൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വ്യത്യാസം വന്നു. പക്ഷേ എൻ്റെ പീക്ക്, അതായത് എനിക്ക് ചെയ്യാവുന്ന മാക്സിമം ഓടുക എന്ന് പറയുന്നത് ആ സ്പീഡിൽ തന്നെ ഓടുള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. എൻ്റെ സാച്ചുറേഷൻ കറണ്ട് സെയിം ആണ്, പക്ഷേ എന്താ പറ്റി, നമ്മൾ ഫ്രീക്വൻസി മാറ്റുന്നതനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടി. കണ്ടോ, 0, 2, 3. അപ്പോൾ കൂടുതൽ എന്താണ് ഈ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുതൽ നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക നെഗറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടും. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഇറ്റ്. ഇതാണ് എൻ്റെ ഇക്വേഷൻ, ഇതാണ് എൻ്റെ ഇത് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി. സോ ഫ്രീക്വൻസി കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP ഈസ് അൺചേഞ്ച്ഡ്, ബട്ട് V0 ഇൻക്രീസസ്. ഓക്കെ ആണോ? V0 ഇൻക്രീസസ്. ശരി. ഇനി എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മിനിമം ഫ്രീക്വൻസി വിച്ച് ക്യാൻ ഇജക്ട് ഇലക്ട്രോൺ. നീ എത്ര ഇലക്ട്രോൺ ഏത് ഫ്രീക്വൻസി കൊടുത്താലാണ് അതിന് മിനിമം ഇലക്ട്രോൺസിനെങ്കിലും പുറത്തേക്ക് ചാടിക്കാൻ പറ്റുക. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ മിനിമം ഫ്രീക്വൻസി വിച്ച് ക്യാൻ ഇജക്ട് ഫോട്ടോ ഇലക്ട്രോൺ, ഇതിനാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദ മിനിമം ഫ്രീക്വൻസി, അല്ലെങ്കിൽ ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ഫോട്ടോ ഇലക്ട്രോൺസ് ക്യാൻ ബി ഇജക്റ്റഡ്, ദിസ് ഇസ് കോൾഡ് ആസ് എ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ. ശരി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉണ്ട്, അതിനെയാണ് നമ്മൾ ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ഏത് വേവ് ലെങ്ത്തിലാണ്, അതാണ് ത്രെഷോൾഡ് വേവ് ലെങ്ത്. ഓക്കെ ആണല്ലോ. ശരി. അടുത്താണ് ടൈം ലാഗ്. ടൈം ലാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാം, നീ ഈ റേഡിയേഷൻ അടിച്ചു കഴിഞ്ഞ് അതൊന്ന് ഇലക്ട്രോൺസ് വരാനുള്ള സമയത്തിലാണ് ടൈം ലാഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ ടൈം ലാഗ് ഈസ് 0. അതായത് ദർ ഈസ് നോ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻസിഡൻസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദി ഇൻസിഡൻസ് ഓഫ് റേഡിയേഷൻ ആൻഡ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ ആണല്ലോ. സോ ദർ ഈസ് നോ കണക്ഷൻ എസ്. അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. ഓക്കെ, ശരി. ഇനി ഇയാൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഇതിന് കുറച്ച് ഫെയിലിയേഴ്സ് ഉണ്ട്. അത് ഇത്രയും നേരം നമ്മൾ പഠിച്ചതിൽ സംഭവം ശരിയൊക്കെയാണ്, കമ്പം വർക്കിംഗ് ഒക്കെയാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ
അവിടെ നമുക്ക് യൂഷ്വലി ഈ ഫിസിക്സിലൊക്കെ എന്ത് കണ്ടുപിടിച്ചാലും അവരത് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സയൻറ്റിസ്റ്റുമാർ ക്വസ്റ്റ്യൻ ചോദിക്കും, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് എന്നുള്ളത്. അത് പറ്റിയില്ലെങ്കിലാണ് സീൻ ഉണ്ടാവുക. ഓക്കെ, സോ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു ഈ വേവ് ലെങ്ത് തിയറി പറയുന്നത് എന്താ, ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ട്, ഈ ഫോട്ടോൺ ഇടിക്കണം, ആ ഫോട്ടോണ് ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യണം, അതിന് എനർജി കിട്ടണം, എന്നിട്ട് അത് പോകണം. സോ എസെൻഷ്യലി സ്പീക്കിംഗ് ഇവരുടെ തിയറി അനുസരിച്ച് ഇലക്ട്രോണിൽ ഫോട്ടോൺ ഇടിക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ടൈം ലാഗ് ഉണ്ടാവണം ശരിക്കും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇലക്ട്രോൺസ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലേ. സോ ഇവരുടെ തിയറി അനുസരിച്ച് ടൈം ലാഗ് വരണം, പക്ഷേ ആക്ച്വലി ടൈം ലാഗ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് ടൈം ലാഗ് ഇല്ല എന്നുള്ള കാര്യം ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് ടൈം ലാഗ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ്, ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ ആണല്ലോ, ശരി. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ ശരിക്കും ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാത്രമല്ല ശരിക്കും, ആ ഇലക്ട്രോൺസിൻ്റെ ആ ഫോട്ടോൺസിൻ്റെ, അപ്പോൾ നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്ക്, ഒരു ഫോട്ടോൺ അതായത് ഇൻറ്റൻസിറ്റി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുകയല്ലേ. ഇപ്പോൾ 10 പേർക്ക് ആദ്യം 10 എണ്ണമായിരുന്നു, പിന്നെ 30 എണ്ണം എന്ന് പറയുമ്പോൾ ലിറ്ററലി ഒരാൾക്ക് നേരത്തെ കിട്ടിയ 3 എണ്ണമായി. അപ്പോൾ കൂടുതൽ എനർജി കിട്ടുന്നുണ്ട് അല്ലേ. കൂടുതൽ എനർജി കിട്ടുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, അപ്പോൾ ഇവരുടെ ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരാൾക്ക് 1 കിട്ടിയിരുന്നത് 3 എണ്ണമായി. അപ്പോൾ ഇവരുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണമെന്നാണ് പറയാം. പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. എന്തുകൊണ്ടെന്ന് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ, ശരി. സോ ഇൻറ്റൻസിറ്റി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ റിലേഷൻ കാൺ ബി എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ ആണല്ലോ, അത് ഇവർക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല. അടുത്താണ് ഇവർ നമുക്ക് മനസ്സിലായി ശരിക്കും ഒരു പെർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി ഉണ്ടെങ്കിൽ ഇതിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരണം. പക്ഷേ നമ്മൾ എത്രയൊക്കെ ഇൻറ്റൻസിറ്റി കൊടുത്താലും ഫ്രീക്വൻസി കുറവാണെങ്കിൽ പുറത്തേക്ക് വരുന്നില്ല. എന്തുകൊണ്ട് സംഭവിച്ചില്ല, ഇതും ഇവർക്ക് പറയാൻ പറ്റിയില്ല. ഓക്കെ ആണോ. സോ ഇൻറ്റൻസിറ്റി ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസി കാൺ ബി എക്സ്പ്ലെയിൻഡ്. ഓക്കെ ആണല്ലോ, ഇതാണ് ഇവരുടെ ബാക്ക് ഡ്രോപ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫ്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ശരി. ഇനി ഇതിനൊക്കെ പ്രശ്നം, അതായത് ഇതൊക്കെ പ്രശ്നമായിട്ട് നമ്മുടെ ഫിസിക്സ് ലോകം മേപ്പിട്ട് നോക്കിയിരിക്കുകയാണ്. ഇനി എന്ത്, കാരണം ഈ ഇലക്ട്രോ എഫക്റ്റ് ഇത്രയും കണ്ടുപിടിച്ച് നമ്മൾ ഇത്രയും എത്തിച്ചിട്ട് അവസാന നിമിഷത്തിൽ കൊളാവുമെന്ന് ഇരുന്ന സമയത്താണ് ഐൻസ്റ്റീൻ വന്നിട്ട് പറയുന്നത് എന്ത്, റെവല്യൂഷണറി സൈഡ് കാര്യം പറഞ്ഞത് എന്താണ് ശരിക്കും ഈ എന്താണ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർഫസ് നമ്മുടെ റേഡിയേഷനൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ഫോട്ടോൺ എന്ന് പറഞ്ഞ രൂപത്തിലാണ്. ഓക്കെ ആണല്ലോ. ഒരു ഇലക്ട്രോണിന് ഒരു ഫോട്ടോണിനെയാണ് അബ്സോർബ് ചെയ്യാൻ പറ്റുക, ഒരു സെക്കൻഡിൽ ഒരു ഫോട്ടോണിനെയാണ് അബ്സോർബ് ചെയ്യാൻ പറ്റുക. ഓക്കെ ആണല്ലോ, ശരി. ആ സമയത്ത് വാട്ട് ഹാപ്പൻസ്, ഈ ഫോട്ടോൺ ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദി ഹോൾ എനർജി. ഓക്കെ ആണല്ലോ, ട്രാൻസ്ഫേഴ്സ് ദി ഹോൾ എനർജി. ഈ ഫോട്ടോൺ നേരെ പോയിട്ട് ഇലക്ട്രോൺ ഇടിക്കുന്ന സമയത്ത് ഫോട്ടോണിൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻറ്റയർ എനർജി ഇലക്ട്രോണിന് കൊടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇലക്ട്രോൺ പുറത്തേക്ക് വരും. സോ ദർ ഇസ് നോ എന്താ പറയുക നമ്മുടെ ടൈം ഡിലേ. കാരണം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പുറത്തേക്ക് വരും. മനസ്സിലായി. ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഇടിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, ആ ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്യും, അപ്പം തന്നെ ഇലക്ട്രോൺ പുറത്തേക്ക് വരും. അതാണ് ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യം. ഓക്കെ ആണല്ലോ. സോ അതുകൊണ്ട് ഐൻസ്റ്റീൻ പറഞ്ഞു ഫോട്ടോ ഇലക്ട്രിക് പ്രോസസ് ഇസ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ്. ഓക്കെ ആണല്ലോ, ശരി. സോ അടുത്തത് പിന്നെ ഇവൻ പറഞ്ഞ കാര്യമാണ് സാച്ചുറേഷൻ കറണ്ട് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഇൻറ്റൻസിറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഫോട്ടോൺസ് വീഴാണ്. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് ആടും, അപ്പോൾ കൂടുതൽ കറണ്ട് ഉണ്ടാവും. ഓക്കെ ആണല്ലോ, ശരി. ഇനിയുള്ളൊരു കാര്യമാണ് ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ. ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഒരു എനർജി ഉണ്ട് അല്ലേ, എനർജി ഓഫ് ഫോട്ടോൺ. ആക്ച്വലി ഇതാണ് എല്ലാ പരിപാടിയും എടുക്കുന്നത്. എനർജി ഓഫ് ഫോട്ടോൺ ഇ എന്ന് ഞാൻ വിളിക്കാം. ശരി, ഈ ഇ എന്ന് പറഞ്ഞ നീ ഒരു ഫോട്ടോൺ പോയി ഇടിക്കുകയാണെങ്കിൽ ഒരു ഇ പറഞ്ഞൊരു എനർജി ഇലക്ട്രോണ് കൊടുക്കുകയാണ്. ആ എനർജി ഇലക്ട്രോൺ എന്തിനൊക്കെ വേണ്ടി സ്പ്ലിറ്റ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത്തെ കാര്യം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ. കാരണം ഇലക്ട്രോൺ പുറത്തേക്ക് വരികയാണ്, അത്
കറണ്ടായിട്ട് മൂവ് ചെയ്യാണ് അല്ലേ. അപ്പോൾ കറണ്ടായിട്ട് ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ആ ഒരു ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ വേണ്ട കൈനറ്റിക് എനർജി ആര് കൊടുക്കണം? നമ്മുടെ ഈ എനർജി ഈ ഒരു ഫോട്ടോൺ കൊടുക്കണം. ഓക്കെ, അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി റിക്വയർഡ് ടു മേക്ക് ഇലക്ട്രോൺ ഫ്രീ ഫ്രം ദി മെറ്റൽ സർഫേസ്. അതായത് ശ്രദ്ധിച്ചേ, അതായത് അവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ അതിനെ അവിടുന്ന് ഫ്രീ ആക്കണം അല്ലേ. അതായത് അതിങ്ങനെ ബൗണ്ട് ചെയ്തിരിക്കുകയാണ്, അവർക്കിടയിൽ ബോണ്ടിങ് ഉണ്ട്. ഈ ബോണ്ടിങ് കളയാൻ വേണ്ടി ഒരു എനർജി കൊടുക്കണം. ആ എനർജിയായി സ്പ്ലിറ്റ് ചെയ്യണം. പിന്നെ അടുത്തത് എനർജി ലോസ്റ്റ് ഇൻ കൊളീഷൻ ബിഫോർ എമിഷൻ, ക്യൂ എന്നാണ് വിളിക്കുക. അതായത് ഈ ഫോട്ടോൺ നേരെ പോയിട്ട് നമ്മുടെ ഇലക്ട്രോൺ ഇടിക്കുമ്പോൾ ആ ഇടിയിൽ ഇതിന് കുറച്ച് ഇലക്ട്രോൺ നഷ്ടമാവും, എനർജി നഷ്ടമാവും. ആ എനർജിയും കൂടെ കാണണം. ഓക്കെ ആണല്ലോ, ശരി. പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്നത് ആ ഒരു ക്യൂ 0 എന്നാണ്. അതായത് അതുകൊണ്ടാണ് നിങ്ങൾ എവിടെ ആ ഒരു ക്യൂ കാണാത്തത്. ശരിക്കും ഐൻസ്റ്റീൻ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ അതുകൂടെ ഉണ്ടായിരുന്നു. അതായത് ഇടിക്കുന്ന സമയത്തുള്ള ഒരു എനർജിയും കൂടെ ഉണ്ട്. ആ എനർജി എക്സ്പെൻസ് നമ്മൾ എടുക്കാറില്ല. Q = 0. സോ = 0 ആകുമ്പോൾ h nu = മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ പ്ലസ് phi 0 എന്ന് പറയുന്നത് ദ എനർജി റിക്വയർഡ് ടു ഫ്രീ ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫേസ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് കോൾഡ് എസ് വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ. ഓക്കെ ആണല്ലോ, ശരി. സോ ദിസ് ഇസ് ദി ഐൻസ്റ്റീൻസ് ഇക്വേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹി സെഡ് വാസ് maximum kinetic energy of electron is equal to h nu minus phi 0. Okay, and this can be also written as EV0 equal to h nu minus phi 0 or EV0 is equal to h nu minus h nu 0. Okay, and ശരി. അപ്പോൾ ഇതാണ് കാര്യം. ഓക്കെ ആണല്ലോ, ശരി. സോ ദിസ് ഈസ് അബൌട്ട് ദി ഐൻസ്റ്റീൻസ് ഇക്വേഷൻ ആൻഡ് phi 0 is the work function കേട്ടോ. വർക്ക് ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ, ശരി. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാണല്ലോ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി K is equal to h nu minus nu 0. പക്ഷേ ഒരിക്കലും ഒരെണ്ണത്തിൻ്റെയും ഒരു സബ്ജക്റ്റിൻ്റെയും കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവില്ല. കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവില്ലെങ്കിൽ ഈ ഇക്വേഷൻ നെഗറ്റീവ് ആവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിസ് മൈനസ് ദിസ് നെഗറ്റീവ് ആവില്ല എന്ന് പറഞ്ഞാൽ h nu is always more than h nu 0. ഓക്കെ ആണോ? അതായത് കൈനറ്റിക് എനർജി നെവർ നെഗറ്റീവ്, ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് വാട്ട് ഹാപ്പൻസ്, നമുക്കറിയാം ന്യൂ വിൽ ബി മോർ ദാൻ ന്യൂ 0. ഓക്കെ ആണല്ലോ, ന്യൂ മോർ ദാൻ ന്യൂ 0. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ശ്രദ്ധിച്ചേ. സോ ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ ന്യൂ 0. അതായത് ന്യൂ 0 താഴെ ഒരു ഫ്രീക്വൻസി കൊണ്ടാണ് നീ ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ എന്നാണ് പറഞ്ഞത്, ശരി. അതുപോലെ തന്നെ നമുക്കറിയാം phi 0 is equal to h nu 0 or hc by lambda 0 is equal to 12,400 by lambda 0 electron volt per angstrom. ഇതാണ് വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ശരി. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഫ്രീക്വൻസി. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ് കേട്ടോ. സോ രണ്ട് മെറ്റൽ ഉണ്ട്, മെറ്റൽ എ ഉണ്ട്, മെറ്റൽ ബി ഉണ്ട്. ഒന്നിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0A, മറ്റേൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0B. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് ഉണ്ടാവുക. നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് നമുക്കറിയാം ആക്ച്വലി ഇത് വന്നത് ഈ V0 ഈക്വൽ ടു h nu മൈനസ് phi 0 ആണ്. ഓർ V0 is equal to ഞാൻ എല്ലാത്തിനെയും E വെച്ച് ഡിവൈഡ് ചെയ്യാണ്, h by E nu മൈനസ് phi 0 by E. So this is of the form y is equal to mx minus c. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എത്രയാണ്? ഇതിൻ്റെ സ്ലോപ്പ് ഇസ് m, which is m is equal to tan theta is equal to h by e. ഇത് എല്ലാ മെറ്റൽസിനും സെയിം ആയിരിക്കും, ഇതെല്ലാം h by e ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദ ഗ്രാഫ് ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ ക്വാണ്ടം എഫിഷ്യൻസി? ക്വാണ്ടം എഫിഷ്യൻസി Q is equal to number of electrons emitted per second divided by total number of photons incident per second. അതായത് എന്താടാ
ഇടിച്ച ഫോട്ടോൺസിൽ നിന്ന് എത്ര ഇലക്ട്രോൺ പുറത്തേക്ക് വന്നു? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻസിഡൻറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻസിഡൻറ്റ് ബൈ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻസിഡൻറ്റ്, NE ബൈ NPH. ഓക്കെ ആണല്ലോ. ഓർ ഇതിനാണ് എക്സ് എന്ന് വിളിക്കാറുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു NE ബൈ NPH. മനസ്സിലാക്കാം. ഇപ്പോൾ ഇതിൽ ക്വാണ്ടം എഫിഷ്യൻസി X% ആണെന്ന് വിചാരിക്കുക. ഇഫ് ക്വാണ്ടം എഫിഷ്യൻസി ഈസ് X%, ദെൻ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ X/100 × NPH ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതും നമുക്ക് എത്ര ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു എന്ന് കൂടെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇവിടെ യൂഷ്വലി NPH നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ന് പറയുന്നത് 5 × 10⁻²4 പെർ ജൂൾ പെർ മോൾ ഇൻറ്റു P ലാംഡ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ നിനക്ക് നമ്പർ ഓഫ് ഫോട്ടോൺസ് കണ്ടുപിടിക്കാം. ജസ്റ്റ് ലാംഡയും പിയും തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് സുഖമായിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടെ പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. ശരി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്താണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് IE ഈസ് ഈക്വൽ ടു, വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് ചാർജ് പെർ ടൈം. ഓക്കെ ആണല്ലോ. ഒരു ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ചാർജ് പെർ കറണ്ടാണ്, ടൈമാണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് Q/T ഈസ് ഈക്വൽ ടു NE × E. ഓക്കെ ആണല്ലോ. NE × E ഓർ 1.6 × 10⁻⁻19 × NE. അപ്പോൾ 1/T എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ചാർജ് ലീഡിങ് പെർ സർഫസ്. ഓക്കെ ആണല്ലോ. അത് തന്നെയാണ് കേട്ടോ, നമ്പർ ഓഫ് ചാർജസ് ഹിറ്റിംഗ് പെർ സർഫസ്. ശരി. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ വിൽ ടെൽ യു അബൌട്ട്, അത് നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ കോംപ്ടൺ എഫക്റ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാമൻ എഫക്റ്റൊന്നും ഇപ്പോൾ നോബഡി ആസ്ക് യു അബൌട്ട് ഇറ്റ്, സോ അത് വേണ്ട. സർ, എവിടെയോ Y ഇൻ്റർസെപ്റ്റ് X ഇൻ്റർസെപ്റ്റ് എങ്ങനെയാണ് എഴുതുക ഇക്വേഷനിൽ നിന്ന്? ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ X ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ്. അതുപോലെ Y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 50/E ആണ്. അതിലെന്താ കൺഫ്യൂഷൻ ഉള്ളത്? അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുമല്ലോ നന്ദന. അടുത്താണ് ഫോട്ടോ സെല്ല്. ഓക്കെ ആണല്ലോ. ഇത് ഇപ്പോൾ NCERT ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ച് പഠിച്ചാൽ മതി. ഇത് ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ്. പഠിക്കാം. ഇറ്റ് കൺവേർട്സ് ലൈറ്റ് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ഇതിൻ്റെ വർക്കിംഗ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ഇതിൻ്റെ യൂസ് മാത്രം പഠിച്ചാൽ. ഇതാണ് സാധനം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് പഠിക്കാം. ഒന്ന് ടെലിവിഷൻ ക്യാമറ, രണ്ടാമത്തത് ഓട്ടോമാറ്റിക് ഡോർ, മൂന്നാമത്തെ ബർഗ്ലേഴ്സ് അലാം, കള്ളന്മാർ വരുമ്പോൾ പൊക്കാൾ അലാം, നാലാമത്തത് ട്രാഫിക് സിഗ്നൽ. ഓക്കെ ആണല്ലോ, ട്രാഫിക് സിഗ്നൽസ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓരോ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി, ഇനി നമുക്ക് പോകാനുള്ളത് ഇറ്റ്സ് അബൌട്ട് ദി മാറ്റർ വേവ്സ് തിയറി. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ടോപ്പിക്കാണ് ചാപ്റ്ററിലെ. 1 hour ആയി. എഗെയിൻ ഒരു 15 minutes കൊണ്ട് ചാപ്റ്റർ കഴിയും. അനദർ 15 minutes കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. സുഖമായിട്ടൊരു 1.5 hour ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് തീർക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി മാറ്റർ വേവ്സ് തിയറി. ഓക്കെ, ശരി. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റർ വേവ്സ് തിയറി പറഞ്ഞത് ലൈറ്റിന് രണ്ട് നേച്ചറുണ്ട്. ഇറ്റ് ഗോട്ട് എ വേവ് നേച്ചർ, ഇറ്റ് ഗോട്ട് എ പാർട്ടിക്കിൾ നേച്ചർ. ഓക്കെ ആണല്ലോ. ഇത് രണ്ടും ഉണ്ടെന്നാണ് ഈ ഒരു ഡ്യുവൽ നേച്ചർ പറഞ്ഞത്. അതായത് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും രണ്ടും ലൈറ്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. നേരത്തെ പറഞ്ഞ എക്സ്റ്റൻഷൻ തന്നെയാണ്, രണ്ടും ഉണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണോ ഒരു പാർട്ടിക്കിളിനുള്ളത് അതേപോലെ തന്നെ മാറ്ററിനും, ഇപ്പം ലൈറ്റിനുണ്ടല്ലോ അതുപോലെ നമ്മുടെ മാറ്ററിനും എന്തുണ്ട്? വേവ് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ. അതിനർത്ഥം നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്നു എന്നാണോ? അല്ല, നമ്മൾ അത്രയും വലിയ ബോഡിയുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കുക, എവറി പാർട്ടിക്കിൾ പൊസസ് വേവ് നേച്ചർ. ഓക്കെ ആണല്ലോ, അതാണ് പറഞ്ഞത്. സോ മാറ്റർ ഓൾസോ പൊസസ് വേവ് നേച്ചർ. ഇതാണ് ഡി ബ്രോഗ്ലി വേവ് ഹൈപ്പോത്തസിസ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ശരി, ഇനി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ആണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ ആണല്ലോ, ശ്രദ്ധിക്കാം. നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 12 mv² ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു p² / 2. നിങ്ങൾ
റെഗുലറായിട്ട് നമ്മുടെ കൈനറ്റിക് വർക്കിൽ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. അതായത് ഹാഫ് എം വി സ്ക്വയറിന് നിങ്ങൾ എം വെച്ച് ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. സോ ദിസ് ഇസ് എം സ്ക്വയർ വി സ്ക്വയർ ബൈ എം ആൻഡ് ഹാഫ് എം സ്ക്വയർ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ബൈ എം ആണ്. ദിസ് ഇസ് കൈനറ്റിക് എനർജി ഓർ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അതാണ് കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് പി സ്ക്വയർ ബൈ 2. ഓക്കെ ആണല്ലോ, ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, സോ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഇതെന്ന് കിട്ടും. എനർജി കൈനറ്റിക് എനർജി ഇ എന്ന് വിളിക്കുകയാണ്, 2e ബൈ എം എന്ന് കിട്ടും. ഓർ മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു എം വി ആണ് ആൻഡ് ദാറ്റ് ഈസ് 2me. And what is the wavelength associated? Wavelength lambda is equal to h by p ആണ്, that is h by mv ആണ്, and that is h by root of 2me ആണ്. This is the wavelength associated with it. Lambda is equal to h by root of 2me, root of 2me. Okay ആണല്ലോ, ശരി. ഇനി വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് വേവ് ലെങ്ത് പറഞ്ഞടാ. ഈ ഓർഡർ ഓഫ് വേവ് ലെങ്ത് എന്ത് റേഞ്ചിലാണ് ഈ വേവ് ലെങ്ത് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ദ ആൻസർ ഇസ് 10 raised to minus 24 angstrom. 10 raised to minus 24 angstrom. ഓക്കെ ആണല്ലോ, ശരി. ഇനി വാട്ട് ഈസ് ദ de Broglie wavelength associated with charged particles? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ ശ്രദ്ധിക്കാം, the de Broglie wavelength h is equal to, lambda is equal to h divided by root of 2mqv. 2mqv. ഓക്കെ ആണല്ലോ, where v is the potential. ഓക്കെ ആണല്ലോ, ശരി. ഇനി വാട്ട് ഈസ് ദ de Broglie wavelength ഓഫ് ഇലക്ട്രോൺ? ശ്രദ്ധിക്കാം, ഒരു ഇലക്ട്രോണിൻ്റെ de Broglie wavelength, ഇലക്ട്രോണിൻ്റെ de Broglie wavelength ലാംഡ ഇസ് ഈക്വൽ ടു 12.27 ബൈ റൂട്ട് വി ആങ്സ്ട്രം ആണ്. ആങ്സ്ട്രം റൂട്ട് ഓഫ് വോൾട്ട്, ഇതാണ് ആക്ച്വലി ഇതിൻ്റെ യൂണിറ്റ് അടക്കം പറയുന്നത്. ഓക്കെ ആണല്ലോ, സോ ദിസ് ഇസ് 12.27 ബൈ റൂട്ട് ഓഫ് വി. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, സോ ദിസ് ഇസ് ഇറ്റ്. ഓക്കെ ആണല്ലോ, ശരി. ഓർ ലാംഡ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 ബൈ റൂട്ട് വി. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു, ഒരു ലാംഡ വേവ് ലെങ്ത് ഉള്ള ഒരു ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നീ കൊടുക്കേണ്ട പൊട്ടൻഷ്യൽ എത്രയാണ്? സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ആൻ ഇലക്ട്രോൺ ഓഫ് വേവ് ലെങ്ത് ലാംഡ ഈസ് V is equal to 150.6 by lambda square volt per angstrom square. ഓക്കെ ആണോ? ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ, ഓർത്തിരിക്കുക. 150.6 by lambda square volt per angstrom square. സർ നോട്ട്സ് എവിടെ കിട്ടും? നോട്ട്സ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേടാ, യു ക്യാൻ ജസ്റ്റ് കോപ്പി ദിസ് അല്ലേ. നോട്ട്സിനിപ്പോൾ സെപ്പറേറ്റ് ഞാനിപ്പോൾ ഇല്ലെങ്കിൽ അത് ഫുള്ളിന് എഴുതി ഉണ്ടാക്കേണ്ടി ടൈപ്പ് ചെയ്യേണ്ടി വരും. സോ ടൈപ്പിംഗ് ഇസ് സോ ഡിഫിക്കൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനിങ്ങനെ പറഞ്ഞിരുമ്പോൾ നിങ്ങൾക്ക് കൂടെ എഴുതിയെടുത്താൽ പോരെ, മ്യൂസിക് ഡെസ്ക്, ഇറ്റ് വിൽ ബി സോ ഈസി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ ആണോ? ഞാൻ അങ്ങനെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ കൂടെ വായിക്കാം ആൻഡ് യു വിൽ ബി ഏബിൾ ടു റീഡ് ഇറ്റ് ഓൾസോ. ഓക്കെ, അപ്പോൾ അതാണ് ചാർജ് പാർട്ടിക്കിൾസിൻ്റെ കാര്യം. ആൻഡ് റിഗാർഡിംഗ് ദി അൺചാർജ് പാർട്ടിക്കിൾസിൻ്റെ ലാംഡ ഈസ് ഈക്വൽ ടു h by root of 3mkt. ചാർജ് പാർട്ടിക്കിൾസ് പഠിച്ചു. അടുത്ത അൺചാർജ് പാർട്ടിക്കിൾസ് ആണ്. കെ എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിലാണ്. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ഓക്കെ ആണല്ലോ. അടുത്താണ് ഡേവിസൺ ഗർമർ എക്സ്പെരിമെൻറ്റ്. ഇത് നീറ്റിൻ്റെ സിലബസിൽ ഉണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഓക്കെ ആണല്ലോ. ടെലിഗ്രാം ചാനൽ ഉണ്ടോ ഡോപ്പയ്ക്ക്? ഉണ്ടല്ലോ ദിവ്യ, ടെലിഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ബാച്ചിൽ നാളെ നിങ്ങൾ ആരെങ്കിലും കാണുന്നതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ കയറിയിട്ട് ലിങ്ക് ഒന്ന് പോസ്റ്റ് ചെയ്ത് കൊടുക്കുമോ? ഈ ചാറ്റിൽ ഇട്ടാൽ മതി. അപ്പോൾ ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ ജോയിൻ ചെയ്തോളും. ഓക്കെ. സോ ഡേവിഡ്സൺ ഗർമർ എക്സ്പെരിമെൻറ്റ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേവിഡ്സൺ ഗർമർ വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഒരു ഇലക്ട്രോൺ ഗണ്ണ് വെച്ചിട്ട് ഇലക്ട്രോണിനെ ഇടിച്ചു. എന്നിട്ട് നേരെ ഒരു നിക്കൽ ക്രിസ്റ്റൽ കൊണ്ട് ഇടിപ്പിച്ചു. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, അങ്ങനെ വരുന്ന സമയത്ത് അതിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? അപ്പോൾ ഇലക്ട്രോൺസ് ഇടിക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് നിക്കലിനും ഇലക്ട്രോൺ ഉണ്ടാവും, അതുപോലെ ഇടിച്ച ഇലക്ട്രോണും പുറത്തേക്ക് വരും. അത് ഒരു ഇലക്ട്രോൺ ഡിറ്റക്ടർ വെച്ചിട്ട് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ശരി. സോ നിക്കൽ ക്രിസ്റ്റൽ ബേസിക്കലി ആക്ട് ആസ് എ 3-dimensional ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. ഓക്കെ ആണല്ലോ. ഈവൻ ആക്ച്വലി ആ ഒരു ഡിഫ്രാക്ഷൻ സംഭവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ ആണല്ലോ. ശരി. ഇനി നിങ്ങൾ ആകെ അറിയേണ്ടത് ഇത് ഇലക്ട്രോൺ ഗണ്ണുണ്ട്, നിക്കൽ ക്രിസ്റ്റൽ ഉണ്ട്, ഡിറ്റക്ടർ ഉണ്ട്. ഓക്കെ ആണല്ലോ. ശരി. ഇതിലാകെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ആകെ അറിയേണ്ടത് ഒരു ഇൻറ്റൻസിറ്റി
എന്താ പറയുക നമ്മുടെ വർക്ക് ഫംഗ്ഷൻ കർവ് വരച്ച സമയത്ത് ഇൻറ്റൻസിറ്റി മാക്സിമം അല്ലെങ്കിൽ മാക്സിമം ഇൻറ്റൻസിറ്റി വാസ് ഒബ്റ്റെയിൻഡ് അറ്റ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ 50 ഡിഗ്രി. അതായത് നമ്മുടെ പല ആംഗിളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത് അല്ലേ. ഈ ആംഗിൾ ഇത് 50 ഡിഗ്രി ആയിരുന്ന സമയത്തായിരുന്നു എന്ത് ചെയ്തത് മാക്സിമം റിഫ്രാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ ശരി. ഇനി പിന്നെ ഇയാൾ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ദിസ് ഇസ് ഇക്വേഷൻ. ഇങ്ങനെയായിരുന്നു ഗ്രാഫ് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പല എന്താ പറയുക ഫ്രീക്വൻസി കൊടുത്ത സമയത്തും ദർ വാസ് ലൈക്ക് ഡിഫറെൻറ്റ് ആംഗിൾസ്. സോ ഈ 50 ഡിഗ്രിയിലായിരുന്നു മാക്സിമം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെയായിരുന്നു കാര്യം. ആൻഡ് വി ഹാവ് ദാറ്റ് ആംഗിൾ 2d sin theta is equal to n lambda or d sin theta is equal to n lambda. ഓക്കെ ആണല്ലോ. ഇതായിരുന്നു എൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ക്രിസ്റ്റൽ പ്ലെയിൻ. ഓക്കെ ആണല്ലോ. അതുപോലെ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ആറ്റംസ് ഇൻ ലാറ്റിസ് പ്ലെയിൻ. അതുപോലെ എൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ. തീറ്റ എന്ന് പറയുന്നത് ഗ്ലാൻസിങ് ആംഗിളാണ്. ആൻഡ് ഫൈ ഈസ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ഇറ്റ്. ഓക്കെ ഫൈൻ. ഇനി എക്സ്പ്ലനേഷൻ ഓഫ് ക്വാർബോണ്ടൈസേഷൻ. പറഞ്ഞ കാര്യമായിരുന്നു എന്ത്, അതായത് ഓൺലി ദോസ് ഓർബിറ്റ്സ് ആർ അലൗഡ് ഇൻ വിച്ച് ദ മൊമെൻറ്റം ഈസ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് NH/2π. NH/2π ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന NH/2π ഇൻറ്റഗ്രൽസായി മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഇലക്ട്രോൺസ് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, ഒരു എന്താ പറയുക അങ്ങനത്തെ ഓർബിറ്റ്സ് മാത്രമേ അലൗഡ് ആയിരുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. സോ വിത്ത് ദാറ്റ് നോട്ട് വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദി തിയറി പോർഷൻ ഓഫ് ദ ചാപ്റ്റർ. വളരെ ചെറിയ ചാപ്റ്ററാണ്. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് എവ്രി വൺ എൻജോയ് ദാറ്റ് ചാപ്റ്റർ ഓൾസോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഹോപ്പ് വി ക്യാൻ സ്റ്റോപ്പ് ദിസ്. ഓക്കെ ആണല്ലോ. സോ ഈ പഠിപ്പിച്ചൊക്കെ മനസ്സിലാവിടെ ജസ്റ്റ് ഒന്ന് പറയും. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചു. ആൻഡ് നൗ വി ആർ മൂവിങ് ഇൻ ടു ദി MCQ പാർട്ട്. ഓക്കെ ആണല്ലോ. പഠിപ്പിച്ചൊക്കെ മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നുണ്ടോ? ഇനിയിപ്പോൾ അറൗണ്ട് ഒരു 1 മന്താണ് ബാക്കിയുള്ളത്. ഞാനിങ്ങനെ കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും, ഞാനിവിടെ നമ്മുടെ ഡോപ്പ ഹൈബ്രിഡ് ബാച്ചിലെ മെൻറ്ററാണ്. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് എല്ലാ ദിവസവും പോയി കുട്ടികളോടൊക്കെ കാണാറും സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഭയങ്കര കൺസേൺ ഒക്കെ പറയാറുണ്ട് റിഗാർഡിങ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ. ബട്ട് അവർ കുഴപ്പമില്ലാണ്ടൊക്കെ പഠിക്കുന്നുണ്ട്. ദേ ആർ ഡൂയിങ് ഗുഡ്. സോ ഹൗ ഇസ് യുവർ സ്റ്റഡീസ് ഗോയിങ്? എല്ലാവരും നന്നായി പഠിക്കുന്നില്ലേ? ആൻഡ് ഐ ഹോപ്പ് തിങ്സ് ആർ ഗുഡ് ഓവർ ദെയർ. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലാസ് ടൈം ടേബിൾ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. ക്ലാസ് ടൈം ടേബിളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന വേറെ ആളാണ് കേട്ടോ. ദിസ് ക്വസ്റ്റ്യൻസ് ആർ ടേക്കൺ ഡയറക്ട്ലി ഫ്രം ദി MTG പ്രീവിയസ് ഇയർ കേട്ടോ. ഞാൻ താഴെ കാണിക്കും ഏത് വർഷമാണ് ചോദിച്ചിട്ടുള്ളത് നടക്കും കാണിക്കും. 2003. സോ നിങ്ങൾക്ക് ആ ഒരു PDF ആണ് ഞാൻ ഗ്രൂപ്പിലിടാം. ഞാൻ അതിൽ ഡയറക്റ്റ് എടുക്കുക ചെയ്യാറ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടുമല്ലോ. സർ ഇത് കഴിഞ്ഞ് NCERT വായിക്കണം. വായിച്ചാൽ ഇറ്റ്സ് ഗുഡ്. കാരണം വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല. കാരണം ഞാൻ ഫുൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ആൻസർ ചെയ്തേ. ഡ്യുവൽ നേച്ചറാണ്. ഇനി ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ വായിക്കുക, നിങ്ങൾ ഉത്തരം പറയുക, ഞാൻ ഹെൽപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞോ. ഓക്കെ. J.J. Thomson's cathode ray tube experiment demonstrated that. എന്താണ് കാഥോഡ് റേ പറഞ്ഞത്? ജെയിംസ് കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ് ട്യൂബ്. കാഥോഡ് റേസ് ആർ സ്ട്രീം ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. ശരിയാണോ? തെറ്റാണ്. ഓൾ മാസസ് ഓഫ് ആറ്റം ഈസ് എസെൻഷ്യലി ഇൻ ദ ന്യൂക്ലിയസ്. തെറ്റാണ്. E/m ഓഫ് ഇലക്ട്രോൺ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രോട്ടോൺസ്. അത് ശരിയാണ്. E/m of cathode particle changes when a different gas is placed in the discharge tube. തെറ്റാണ്. So the answer is C. Okay ആണല്ലോ. ശരി. അടുത്ത ക്വസ്റ്റ്യൻ. If a source
A source is placed at a distance of 50 cm from a photocell and the stopping potential is found to be V0. If the distance between the light source and photocell is made 25 cm, the new stopping potential will be. മനസ്സിലാക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡസ് നോട്ട് ഡിപ്പെൻസ് ഓൺ ദി ഡിസ്റ്റൻസ്. അടുത്ത് എവിടെ എത്ര ദൂരെ വെച്ചൊന്നും ആരും നോക്കില്ല. സോ ഇറ്റ് ഇസ് V0, എങ്ങോട്ടും പോകില്ല. ഓക്കെ, ഇറ്റ് ഈസ് എസെൻഷ്യലി ദ സെയിം വിച്ച് ഇസ് V0. അടുത്തത്, in photoelectric emission, the processes from a metal of work function 1.8 electron volt, the kinetic energy of most energetic electron is 0.5 electron volt. The corresponding stopping potential is. നമുക്കറിയാം maximum potential kinetic energy K max is equal to EVS ആണ്. So that is 0.5 electron volt is equal to electron volt into Vs, or Vs is equal to 0.5 volt. Okay, ആണല്ലോ 0.5 volt. Okay, answer is C. Okay. അടുത്തത്, light of frequency 1.5 times the threshold frequency is incident on a photosensitive material. What will be the photoelectric current if the frequency is halved and intensity is doubled? നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇനീഷ്യലി ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1.5 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ്. 1.5 ടൈംസ് V0 ആണ്. സോ ഫ്രീക്വൻസി ഹാഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് ബിക്കംസ് V/2 ഓർ ഇറ്റ് ബിക്കംസ് 1.5 V0/2 എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് 0.75 ടൈംസ് V0. 0.7 ടൈംസ് V0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ V0 അല്ലേ. ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാൾ കുറവാണ്, ഒന്നിനേക്കാൾ കുറവാണ് 0.3. അതായത് ഇപ്പോഴത്തെ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0.75 ടൈംസ് V0 ഉള്ളൂ, അതായത് ഒന്നിനേക്കാൾ കുറവാണ്. അപ്പോൾ ഒന്നിനേക്കാൾ കുറവായതുകൊണ്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദർ ഇസ് നോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. കാരണം നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിൽ ദ ബേസിക് തിങ് ഈസ് ത്രഷോൾഡ് ഫ്രീക്വൻസി ഷുഡ് ബി ഈക്വൽ ടു ഓർ മോർ ദാൻ ദി ഫ്രീക്വൻസി അപ്ലൈഡ് അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ബാക്കി എന്താണ് ഇൻറ്റൻസിറ്റിയെ കുറിച്ചൊന്നും അറിയിക്കണം, അപ്പോൾ ഓൾറെഡി ഫ്രീക്വൻസി എന്തായി, ഹാഫായി പോയി. ശരി, D ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the work function of a photosensitive material is 4 electron volt. The longest wavelength of light that can cause photo emission from the substance is. ശ്രദ്ധിക്കാം. സോ നമുക്ക് വേവ് ലെങ്ത് വെച്ചുള്ളത്, സോ ലാംഡ 0 is equal to hc/5. This is 1240 ഞാൻ പറഞ്ഞാണ് ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ ബൈ 4 ഇലക്ട്രോൺ വോൾട്ട്. So then solve ചെയ്യുകയാണെങ്കിൽ this will be 310. So this is 310 nanometer. Answer is D. Answer is D. Akshar said it right. Aisha said it right. Correct answer ആണ് കേട്ടോ. ആൻസർ D ആണ്. അടുത്താണ് 6th question. Okay, 2018. Probably എൻ്റെ this is one of my favorite paper. കാരണം എന്താ, 2018 ഞാൻ നീറ്റ് എഴുതി ഇവിടെ ഇരുന്നത്. സോ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേപ്പറാണ്. ഓക്കെയാണ്. ഇതൊക്കെ ചെയ്തിട്ടാണ് ഐ റീച്ച്ഡ് ഹിയർ. ഓക്കെ, ശരി. When the light of frequency 2 nu 0, where nu 0 is a threshold frequency, is incident on a metal plate, the maximum velocity of electrons emitted is V1. When the frequency of the incident radiation is increased to 5 V0, the maximum velocity of the electrons emitted is V2. The ratio of V1 is to V2 ചോദിച്ചിട്ടുള്ള. ശ്രദ്ധിക്കാം, നമുക്കറിയാം നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അനുസരിച്ച് ഇലക്ട്രോൺ എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ പ്ലസ് ഹാഫ് mv² ആണ്. ഓക്കെ ആണല്ലോ. ശരി, ആദ്യത്തെ കാര്യം ഇൻസിഡൻറ്റ് 2 nu 0 ആവുന്ന സമയത്ത് h ഇൻറ്റു 2 nu 0 എന്ന് പറയുന്നത് h nu 0 പ്ലസ് ഹാഫ് em v1² ആണ്. അപ്പോൾ h nu 0 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 2h nu 0 മൈനസ് h nu 0 ഓർ h nu 0 ഈസ് ഈക്വൽ ടു ഹാഫ് em v1². ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആക്കി ഇതാക്കാം. രണ്ടാമത്തെ കേസിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസിൽ 5 nu 0 ആണ് എമിറ്റ് ഇതാവുന്നത്. 5 nu 0. So what happens is h into 5 nu 0 is equal to h nu 0 plus half em v2². അഥവാ 4h nu 0 equal to half em v2². ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. വാട്ട് ഐ എം ഡൂയിങ് ഇസ് ഐ എം ഗോയിങ് ടു ഡിവൈഡ് 1/2. അതായത് h nu 0 by 4h nu 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് half m v1² by half m v2². ഓക്കെ ആണല്ലോ.
h nu so വെട്ടിപ്പോയി, ഹാഫും വെട്ടിപ്പോയി. Or v1 square by v2 square is equal to 1 by 4. Or v1 by v2 equal to 1 by 2. Okay ആണല്ലോ. The answer is D. v1 by v2 is equal to 1 by 2. 1 by 2. A ആണ് കേട്ടോ ആൻസർ. A. ഓക്കെ ആണല്ലോ. സോ ഇതാണ് കാര്യം. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് സോ ഈസി അല്ലേ? കഴിഞ്ഞു. അടുത്തത്, the photoelectric threshold wavelength of a silver is 3250 into 10 raised to minus 10. The velocity of electron ejected from a silver surface by UV light of wavelength 25 is the ചോദിച്ചുള്ളത്. മനസ്സിലാക്കാം. Maximum kinetic energy Kmax is equal to h nu minus phi 0. This is equal to h nu minus h nu 0, which is hc by lambda minus hc by lambda 0. ഇത് മൊത്തം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഓക്കെ ആണല്ലോ. ശരി. Here what happens is kinetic energy is half mv square, അല്ലേ? That is hc by lambda minus hc by lambda 0. ഓക്കെ ആണല്ലോ. ഹാഫ് mv square equal to hc by lambda minus hc by lambda 0. ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടെ h എന്ന് പറയുന്നത് 4.14 ഇൻറ്റു 10 raised to minus 15 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതുപോലെ c എന്ന് പറയുന്നത് 3 ഇൻറ്റു 10 raised to 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ലാംഡ 0 എന്ന് പറയുന്നത് തന്നത് 3250 ഇൻറ്റു 10 raised to minus 10 മീറ്റർ ആണ്, വിച്ച് ഈസ് 3250 ആങ്സ്ട്രോം. അതുപോലെ ലാംഡ ഇസ് ഈക്വൽ ടു 2536 ഇൻറ്റു 10 raised to minus 10 മീറ്റർ ആണ്, വിച്ച് ഈസ് 2536 ആങ്സ്ട്രോം. ആൻഡ് ഇവിടെ മാസ് എം ഇലക്ട്രോണിൻ്റെ മാസാണ് 9.1 ഇൻറ്റു 10 raised to minus 31 കിലോഗ്രാം. ആൻഡ് എച്ച് സി ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഇറ്റ് ഇസ് 12,420 ഇലക്ട്രോൺ വോൾട്ട് ആങ്സ്ട്രോം. സോ ഇത്രയും ക്വാണ്ടിറ്റി വേണമെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 12,420 ഇൻറ്റു 1/2536 മൈനസ് 1/3250 ഇൻറ്റു ടൈംസ് ഇലക്ട്രോൺ വോൾട്ട്. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1.076 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടുക കേട്ടോ. Therefore v square is equal to 2.152 electron volt by m ആണ്. And once you solve it, you get it as 6 into 10 raised to 5 meter per second, which is also 0.6 into 10 raised to 6 meter per second. Okay ആണല്ലോ. ഓക്കെ ആണല്ലോ. സോ അത് കണ്ടാൽ മനസ്സിലാവും 0.6 into 10 raised to 6ഉം 6 into 10 raised to 5ഉം രണ്ടും സെയിം ആണ്. സോ രണ്ടും ആൻസർ ആണ്. എ കുത്തിയാലും ഡി കുത്തിയാലും മാർക്ക് കിട്ടും എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ആണല്ലോ. ശരി. അടുത്ത ക്വസ്റ്റ്യൻ. Photons with energy 5 electron volt is incident on cathode C or in a photoelectric cell. The maximum energy of emitted photoelectron is 2 electron volt. When photons of energy 6 electron volt is incident on it, no photoelectrons reaches the anode. Stopping potential എത്രയാണ് ചോദിച്ചു. എഗെയിൻ നമുക്കറിയാം മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് EV minus 5 ആണ്. ഓക്കെ ആണല്ലോ. ശരി. സോ ഹിയർ 2 is equal to 5 minus 5 or 5 is equal to 3 electron volt. കിട്ടിയല്ലോ. ആദ്യത്തേന്ന് കിട്ടി. ഇനി വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്കറിയാം EV 6 ഇലക്ട്രോൺ വോൾട്ട് ആകുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം എത്രയായിരിക്കണം? 6 minus 3 അഥവാ 3 ഇലക്ട്രോൺ വോൾട്ട് ആവും. സംശയമൊന്നുമില്ലല്ലോ. ശരി. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ഈ വി കാഥോഡ് മൈനസ് വി ആനോഡ് ഇതാണ് ശരിക്കും നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. കാരണം പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ദി ആഥോഡ് ആൻഡ് കാനോഡ്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇത് വെട്ടിപ്പോയാൽ വാട്ട് ഹാപ്പൻസ് വി കാഥോഡ് മൈനസ് വി ആനോഡ് എന്ന് പറയുന്നത് 3 വോൾട്ടാണ്, വിച്ച് ഈസ് മൈനസ് വി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. മനസ്സിലാക്കാം കേട്ടോ. കാഥോഡിനും ആനോഡിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എസെൻഷ്യൽ എന്ത് നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓർ വി സ്റ്റോപ്പിംഗ് ഇസ് ഈക്വൽ ടു -3 വോൾട്ട്. ആൻസർ ഈസ് ഡി. അടുത്തത്, when a metallic surface is illuminated with radiation of wavelength lambda, the stopping potential is V. If the same surface is illuminated with radiation of wavelength 2 lambda, the stopping potential is V/4. The threshold wavelength വെച്ച് നമുക്കറിയാം ഈ VS is equal to hc by lambda by hc by lambda 0. hc by lambda by hc by lambda 0.
ഇവിടെ തന്നിട്ടുണ്ട് ഇ വി എന്ന് പറയുന്നത് എച്ച് സി ബൈ ലാംഡ മൈനസ് എച്ച് സി ബൈ ലാംഡ 0 ആണെന്ന്. സോ വിച്ച് ഇസ് ഇ വി ബൈ 4 ഇസ് ഈക്വൽ ടു വി ബൈ 4 അല്ല എന്നിട്ടുള്ള ഈ വി ബൈ 4 ആകുമ്പോൾ ഇറ്റ് ബിക്കംസ് എച്ച് സി ബൈ 2 ലാംഡ മൈനസ് എച്ച് സി ബൈ ലാംഡ 0. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇതൊന്ന് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2 ഒന്ന് കമ്പയർ ചെയ്യാം. യു വിൽ ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എച്ച് സി ബൈ 2 ലാംഡ മൈനസ് എച്ച് സി ബൈ 4 ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ 0 മൈനസ് എച്ച് സി ബൈ 4 ലാംഡ 0. ഓക്കെ ആണല്ലോ. ഇതൊന്ന് വാട്ട് ഡു യു ഗെറ്റ് ഇസ് എച്ച് സി ബൈ 4 ലാംഡ ഇസ് ഈക്വൽ ടു 3 എച്ച് സി ബൈ 4 ലാംഡ 0. ജസ്റ്റ് എന്താണ് ഡിവൈഡ് ചെയ്താണ് എച്ച് സി വെട്ടിപ്പോയി 4 ഒക്കെ വെട്ടിപ്പോയി. യു ഗെറ്റ് ലാംഡ 0 ഇസ് ഈക്വൽ ടു 3 ലാംഡ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ലാംഡയുടെ ക്വസ്റ്റ്യൻ, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിന് കൂടുതൽ ചോദിക്കുക കേട്ടോ. അടുത്തത് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഫ്രം certain metal the cutoff frequency is mu. If the radiation frequency is 2 mu, the maximum possible velocity എന്നാണ് ചോദിച്ചിട്ടുള്ളത് ശരിക്കും. So here work function is equal to h nu, and we know that half m v max square is equal to h into 2 nu minus h nu, which is implies half m v max square എന്ന് പറയുന്നത് തന്നെ h nu ആണ്. ഓക്കെ ആണല്ലോ. ഓർ v max square എന്ന് പറയുന്നത് 2 h nu by m ആണ്. ഓർ v max is equal to 2 h nu by m ൻ്റെ റൂട്ട്. ഓക്കെ ആണല്ലോ. ആൻസർ ഇസ് എ. ഓക്കെ ആണല്ലോ. ശരി. അടുത്തത് an electron is accelerated from rest through a potential difference of v volt. If the de Broglie wavelength of the electron is ഇത്, then the potential difference is, നമുക്കറിയാം ലാംഡ എന്ന് പറയുന്നത് 1.227 ഇൻറ്റു 10⁻⁻² നാനോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 0.1227 ആങ്സ്ട്രോം. ഓക്കെ ഉള്ളത് എപ്പോഴും ആങ്സ്ട്രത്തിലേക്ക് മാറ്റി ചെയ്യാണ് നല്ലത് കേട്ടോ മക്കളെ. സോ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2m ഇലക്ട്രോൺ വോൾട്ട്, വിച്ച് ഇസ് 12.27 ബൈ റൂട്ട് വി. ഓക്കെ ആണല്ലോ. സോ ദർഫോർ റൂട്ട് വി എന്ന് പറയുന്നത് 12.27 ബൈ 0.1227, which is 100. Therefore v is equal to 10⁻⁴ volt. സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ഡി. ഇനി 13ാമത്തെ ചോദ്യം. An electron is accelerated through a potential difference of 10,000 volt. Its de Broglie wavelength is nearly എന്നാ ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കാം. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ് ഇ, ദാറ്റ് ഈസ് അലോങ് ദി ഓക്കെ ആണല്ലോ അലോങ് ദി എക്സ് ആക്സിസ്. ഓക്കെ ആണല്ലോ. ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു v0i. ഓക്കെ ആണല്ലോ. ശരി. വാട്ട് ഹാപ്പൻസ്, വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് എന്ന് പറയുന്നത് -e ഇൻറ്റു -e0 i ക്യാപ്പ് ആണ്. ഓക്കെ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു e0 i ക്യാപ്പ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. സോ വാട്ട് ഈസ് ദി ആക്സലറേഷൻ? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു f by m, which is e0 by m i ക്യാപ്പ്. ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ വെലോസിറ്റി. നമുക്കറിയാം വി ടി ഇസ് ഈക്വൽ ടു u plus at. v is equal to u plus at, or നമുക്കറിയാം this is equal to v0 plus e0t by m i ക്യാപ്പ്. ഓക്കെ ആണല്ലോ. അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. v0 പ്ലസ് നമ്മളിപ്പോൾ തന്ന ഈ യു എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, എ എന്ന് പറഞ്ഞാൽ e0 by m into t ആണ് i ക്യാപ്പ്. ഓർ vt is equal to v0 plus e0 by m into t ആയിരിക്കും. അതാണ് അതിൻ്റെ വെലോസിറ്റി അറ്റ് ടൈം t എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് കണ്ടത് ലാംഡയാണ്. ലാംഡ ഇസ് ഈക്വൽ ടു h by m vt ആണ്, വിച്ച് ഇസ് h by m into v0 plus e0t by m, which is h by m v0 into 1 plus e0t by m v0.
ഓക്കെ ആണല്ലോ? ശരി, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലാംഡ 0 ബൈ 1 പ്ലസ് E0t ബൈ mv0. ഓക്കെ ആണ്. വെർ ലാംഡ 0 ഈസ് ഈക്വൽ ടു h ബൈ mv0. നമുക്കറിയാലോ, ഈ ഭാഗത്തിന് ലാംഡ 0 എന്ന് എഴുതാലോ. സോ ദി ആൻസർ ഇസ് ലാംഡ 0 ബൈ 1 പ്ലസ് E0t ബൈ mm0. ഓക്കെ ആണല്ലോ? ദി ആൻസർ ഈസ് എ. ഇനി 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. An electron of mass m and photon have same energy E. The ratio of de Broglie wavelength associated with them are. Okay, so coming to the next question. An electron of mass m and photon have same energy E. The ratio of de Broglie wavelength associated with them is na ചോദിച്ചിട്ടുള്ളത് അല്ലേ? നമുക്കറിയാം kinetic energy K is equal to 3/2 kT. ഓക്കെ ആണല്ലോ? ഓർ momentum P is equal to root of 2mk. ഓക്കെ ആണല്ലോ? 2mk. അതാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. സോ വി ദാറ്റ് മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു കെൻ്റെ സ്ഥലത്ത് 3/2 KT കൊടുക്കുകയാണ്. ഓക്കെ ആണല്ലോ? സോ യു ഗെറ്റ് ഇറ്റ് എസ് 3m KT. ഓക്കെ ആണല്ലോ? 3m KT. സോ വാട്ട് ഈസ് റിക്വയർഡ് പ്രോബ്ലം? ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ പി ആണ്. സോ ദാറ്റ് ഈസ് h ബൈ റൂട്ട് ഓഫ് 3m KT. ഓക്കെ ആണോ? സോ ദി ആൻസർ ഈസ് എ. h ബൈ വെയിറ്റ്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ? റേഷ്യോ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത്, സോറിടാ, നമുക്കറിയാം ഇതിനകത്ത് ഇലക്ട്രോൺ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇലക്ട്രോണിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഇ എന്ന് പറയുന്നത് h ബൈ പി ആണ്, വിച്ച് ഇസ് h ബൈ റൂട്ട് ഓഫ് 2me. ഓക്കെ ആണല്ലോ? അവിടെ നിൽക്കട്ടെ. അതുപോലെ ഒരു ഫോട്ടോൺ എടുക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് E is equal to h nu, which is hc by lambda of p, or lambda p is equal to hc by e. ഓക്കെ ആണല്ലോ? സോ നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ലാംഡ ഇ ബൈ ലാംഡ പി ആണ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് h ബൈ റൂട്ട് ഓഫ് 2me ഇൻറ്റു e ബൈ എച്ച് സി. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ സി e ബൈ 2m ഹോൾ റേസ് ടു 1/2. ഓക്കെ ആണല്ലോ? ആൻസർ ഈസ് സി. ഓക്കെ ആണല്ലോ? ശരി. ദീപ്തി സാർ എന്ത് പറ്റി? നെഗറ്റീവ് കമൻറ്റ്. നെഗറ്റീവ് എടാ, അത് അത് സ്പാം ആയിരിക്കും. ഏതെങ്കിലും ഒരു എന്താ പറയുക, ഫേക്ക് ഐ ഡി എന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാരല്ലേ? വി ഡോണ്ട് കെയർ അബൌട്ട് ദം അല്ലേ? വി ഡെഫിനറ്റ്ലി ഡോണ്ട് കെയർ അബൌട്ട് ദം. അത് കുറേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചാനൽസ് ഇതിപ്പോൾ ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി സംബഡി എൽസ്. വി ഡോണ്ട് നോ ഹൂ ഇസ് ഇറ്റ്. സോ ഐ ജസ്റ്റ് റെസ്ട്രിക്റ്റഡ് ഹിം. ഇനിയിപ്പോൾ എനിക്ക് സംഭവിച്ചത് ദാറ്റ്സ് ഫൈൻ, ടോട്ടലി ഫൈൻ. പക്ഷെ എന്താ വെച്ചാൽ വേറെ ഇനി ഏതെങ്കിലും ആൾക്കാർക്ക് കാണുകയാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൾട്ട്. ഓക്കെ ആണല്ലോ? സോ ഐ ഡോണ്ട് നോ, നമുക്ക് നോക്കാം. ദാറ്റ്സ് ഓക്കെ, ടോട്ടലി ഫൈൻ. അപ്പോൾ ഇനി ആ യൂസറിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇനി വേറൊരു ആൾ ലൈവ് വരുമ്പോൾ, ഇപ്പോൾ നമുക്കിപ്പോൾ മോർണിംഗ് ആയിട്ട് കുഴപ്പമില്ല, നോബഡി ഹാവ് എൽസ് ഹാവ് നോട്ടീസ്ഡ്. എല്ലാവരും കൂടെ വരുന്ന സമയത്ത് രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? സോ ഐ ജസ്റ്റ് ഡിഡ് ഇറ്റ്. ആൻഡ് ലക്ഷ്മി, ഈ മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് വരും ഈ ചാപ്റ്ററിൽ? ഈ ചാപ്റ്ററിൽ യൂഷ്വലി ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ചിലപ്പോൾ 2 ചോദിക്കും, പക്ഷേ എല്ലാ വർഷവും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, നിങ്ങളെ വലുതായിട്ട് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ല. യൂഷ്വലി എല്ലാ ദിവസവും ഞാൻ 2-3 മണിക്കൂർ എടുക്കുന്നതാണ്. ഇന്ന് താങ്ക്ഫുള്ളി എനിക്ക് കുറച്ച് നേരത്തെ തീർക്കാൻ പറ്റി. ഓക്കെ ആണല്ലോ? ഇനി നാളെ നമുക്ക് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയം കൂടിയുള്ളത്. വിൽ ഡു ഇറ്റ് ഓൾസോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. സോ യു ഹാവ് എനി ക്വറീസ് യു കൻ ഓൾവേസ് text me in my Insta handle, which is the Crew Talk. Okay ആണല്ലോ? So that's all about this chapter. Thank you for having me here. See you in some other videos. Okay ആണല്ലോ? So that's all for the day. Thank you da.